നവോത്ഥാനവും സമകാലീന കേരളവും എന്ന വിഷയമാണ് ഇന്നത്തെ നമ്മുടെ ആലോചന പരിസരത്തിലുള്ളത്. നമ്മൾ ഇന്ന് അയ്യങ്കാളിയെ ആലോചിക്കുന്നു, നാരായണ ഗുരുസ്വാമികളെ പറ്റി ചിന്തിക്കുന്നു, ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മുടെ ചിന്തയുടെ നഭോമണ്ഡലത്തിലുണ്ട്. ഇതെല്ലാം വളരെ യാഥാർത്ഥ്യമാണ്. പക്ഷെ ചോദ്യം, എന്തായിരുന്നു നവോത്ഥാനം? എന്തിനായിരുന്നു നവോത്ഥാനം? ഇപ്പോഴെന്തിനാണ് നാം നവോത്ഥാനത്തെ പറ്റി പറയുന്നത്? ഈ 3 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടല്ലാതെ നമുക്ക് ഇന്നത്തെ ചർച്ചയിലേക്ക്, വിഷയത്തിലേക്ക് കടക്കാനേ സാധ്യമല്ല. ഈ നവോത്ഥാനം എന്ന് പറയുന്ന പരികൽപ്പനയിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം നവോത്ഥാനം എന്ന് പറയുന്ന സങ്കല്പം ബംഗാളിലും ഒക്കെ രൂപം കൊള്ളുമ്പോൾ ആ നവോത്ഥാനം എന്ന് പറയുന്ന സങ്കല്പം ബംഗാൾ ഭദ്രലോകിനെ മുൻനിർത്തിയുള്ളതായിരുന്നു. ആ നവോത്ഥാനം എന്ന് പറഞ്ഞ നവോത്ഥാനത്തിൻ്റെ ഒരു ഭാവന, ആ നവോത്ഥാന ഭാവനകളിൽ 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലുമായി ഇന്ത്യയിൽ നടന്ന നവോത്ഥാന ഭാവനകളുടെ ഒരു സവിശേഷത, അത് നവോത്ഥാനത്തിനായി സമൂഹത്തെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി വേദേതിഹാസ പുരാണങ്ങളിലേക്ക് ചിന്ത പോയി എന്നുള്ളതാണ്. ദയാനന്ദ സരസ്വതിയുടെ സത്യാർത്ഥ പ്രകാശം പറയുന്നത് വേദങ്ങളിലേക്ക് മടങ്ങാനാണ്. വേദങ്ങളിലേക്ക് മടങ്ങാൽ മാത്രമേ ഇന്ത്യയെ ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിപ്പിക്കാനും ഒരു പുതിയ ഇന്ത്യയെ സൃഷ്ടിച്ചെടുക്കാനും കഴിയൂ എന്ന് സത്യാർത്ഥ പ്രകാശത്തിൽ ദയാനന്ദ സരസ്വതി പറഞ്ഞു വെക്കുന്നു. സത്യാർത്ഥ പ്രകാശത്തിന്റെ മറ്റൊരു പ്രത്യേകത, ആര്യൻ ധർമ്മമാണ് ശരിയായ ധർമ്മം, വേദധർമ്മമാണ്, വൈദിക ധർമ്മമാണ് ശരിയായ ധർമ്മം എന്ന് സത്യാർത്ഥ പ്രകാശത്തിൽ ദയാനന്ദ സരസ്വതി സ്ഥാപിച്ചെടുക്കുകയും ചാതുർവർണ്ണ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം എന്ന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു ദയാനന്ദ സരസ്വതിയുടെ സത്യാർത്ഥ പ്രകാശത്തിൽ. ചാതുർവർണ്ണ്യം ഏറ്റവും നല്ലതാണെന്നും ചാതുർവർണ്ണ്യം അനുസരിച്ചാണ് മനുഷ്യർ ജീവിക്കേണ്ടതെന്നും പറയുക വഴി സമൂഹത്തിന്റെ ഒരു സോഷ്യൽ സിസ്റ്റം ചാതുർവർണ്ണ്യത്തിന്റെ അടിത്തറയിലായിരിക്കണം രൂപം കൊള്ളുന്നത്, രൂപം കൊള്ളേണ്ടത് എന്നാണ് ദയാനന്ദ സരസ്വതി വാദിച്ചുറപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. മറ്റൊരു പ്രത്യേകത ഈ സത്യാർത്ഥ പ്രകാശത്തിന് ഉണ്ടായിരുന്നത്, അത് ഇസ്ലാം മതത്തിന് നേരെ, ക്രിസ്തു മതത്തിന് നേരെ, ബുദ്ധമതത്തിന് നേരെ, ജൈന മതത്തിന് നേരെ കടുത്ത ആക്രമണം സത്യാർത്ഥ പ്രകാശത്തിലൂടെ അഴിച്ചുവിട്ടു എന്നുള്ളതാണ്. ആര്യൻ ധർമ്മം ഒഴിച്ചുള്ള എല്ലാ ധർമ്മങ്ങളും പ്രശ്നമാണ്, അത് അവസാനിപ്പിക്കപ്പെടേണ്ടതാണ്, ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണ് എന്നൊരു നിലപാട് തറയാണ് ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശത്തിൽ സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഘർവാപ്പസ്യേക്കാളും ഭീകരമായി ദയാനന്ദ സരസ്വതി പൂണൂൽ ഉപനയനത്തിലൂടെ എല്ലാവരെയും ആര്യന്മാരാക്കി മാറ്റാം എന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ സത്യാർത്ഥ പ്രകാശം വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും. ആ സത്യാർത്ഥ പ്രകാശത്തിൽ ദയാനന്ദ സരസ്വതി പറഞ്ഞു വെച്ച കാര്യങ്ങളും, അദ്ദേഹം പൂണൂൽ ഉപനയനത്തിലൂടെ മനുഷ്യരെ എല്ലാവരെയും തന്നെ ആര്യന്മാരാക്കി മാറ്റാം എന്ന വാദത്തിന്റെ പിന്തുടർച്ചയായിട്ടാണ് വർത്തമാനകാല ഇന്ത്യയിൽ വിശ്വഹിന്ദു പരിഷത്തിന്റെയും മറ്റു നേതൃത്വത്തിൽ വലിയ രീതിയിൽ ഘർവാപ്പസി നടക്കുന്നത് എന്ന ചരിത്ര യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ബംഗാളിൽ സതി നിർത്തലാക്കാൻ വേണ്ടി പ്രയത്നിച്ച രാജാറാം മോഹൻ റോയും സതി നിർത്തലാക്കുന്നതിന് വേണ്ടിയും വിധവാ വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയും ആധുനികമായ ജനാധിപത്യ മൂല്യങ്ങളിൽ വേര് തേടുന്നതിന് പകരം വിധവാ വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മനുസ്മൃതിയിലും വേദങ്ങളിലുമാണ് അദ്ദേഹത്തിന്റെ അന്വേഷണം നടന്നത്. ആ രീതിയിൽ മനുസ്മൃതിയിൽ എവിടെങ്കിലും വിധവാ വിവാഹത്തെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? അതുപോലെ തന്നെ മനുസ്മൃതിയിൽ എവിടെങ്കിലും സതിയെ പറ്റി പറയുന്നുണ്ടോ? അപ്പൊ മനുസ്മൃതിയിലും വേദങ്ങളിലും വിധവാവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമൂഹത്തിൽ വിധവാവിവാഹം പ്രോത്സാഹിപ്പിക്കുക. സമൂഹത്തിൽ സതി നിലനിൽക്കുന്നു, ആ സതിക്കെതിരായ എന്തെങ്കിലും വാക്യങ്ങളോ വാചകങ്ങളോ ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് സതിക്കെതിരെ പഠനം നയിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ആലോചനകളാണ് രാജാറാം മോഹൻ റോയ് നടത്തിക്കൊണ്ടിരുന്നത്. ആധുനികമായ വിദ്യാഭ്യാസം സിദ്ധിച്ച മനുഷ്യനാണ് രാജാറാം മോഹൻ റോയ്.
ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ ഭരണ കാലഘട്ടത്തിൽ അവരുടെ വിദ്യാഭ്യാസം ലഭിച്ച ആളാണ്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ പോലും, അത്തരമുള്ള വിദ്യാഭ്യാസം ലഭിച്ച ഒരാളാണെങ്കിൽ പോലും അദ്ദേഹം അന്വേഷിക്കുന്നത് മുഴുവൻ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളിലും ഒക്കെ സമൂഹത്തെ പരിഷ്കരിക്കുന്നതിനാവശ്യമായ എന്തെങ്കിലും മൂല്യങ്ങൾ ഉണ്ടോ എന്നാണ് പ്രധാനമായിട്ടും രാജാറാം മോഹൻ റോയ് അന്വേഷിച്ചത് എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത്, ഇന്ത്യയുടെ ഒരു നവോത്ഥാന ഭാവനകൾക്കകത്ത് സാമൂഹ്യ പരിഷ്കരണത്തെ ഒരു ഹൈന്ദവ പരിഷ്കരണമാക്കി ചുരുക്കി എന്നുള്ളതാണ്. സമൂഹത്തെ മുഴുവൻ മാറ്റുന്ന ഒരു പരിഷ്കരണം എന്നതിനെക്കാട്ടിലും സമൂഹത്തെ പരിഷ്കരിക്കണമെങ്കിൽ അതിന് ബ്രാഹ്മണ്യ സാധൂകരണം ലഭിക്കണം. സമൂഹത്തിന്റെ പരിഷ്കരണത്തിന്റെ അടിസ്ഥാനം ഇതിഹാസങ്ങളും പുരാണങ്ങളും തന്നെ ആയിരിക്കണം എന്നൊരു തരം നിർബന്ധ ബുദ്ധി ഈ ബംഗാൾ ഭദ്രലോകിന്റെ കൈകാര്യ കർത്തൃത്വത്തിൽ നടന്ന നവോത്ഥാന ഭാവനകൾക്കകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി. ആ നവോത്ഥാന ഭാവനകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഭാവനാ ലോകം ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളുമായിരുന്നു. ആധുനികമായ ജനാധിപത്യ മൂല്യബോധങ്ങളോ ആധുനികമായ ജീവശാസ്ത്രങ്ങളോ സാമൂഹ്യശാസ്ത്രമോ ചരിത്രബോധ്യങ്ങളോ ആയിരുന്നില്ല ഇവരെ ആരെയും നയിച്ചത് എന്നുള്ളതാണ്. അവരൊക്കെ ഏതിൻ്റെ പുറകെയായിരുന്നു? അവരൊക്കെ ഈ പൂണൂലിട്ട പുരാണങ്ങളുടെ പുറകെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തെളിഞ്ഞു കിട്ടുക. പക്ഷേ മഹാത്മാ ഭൂലെയുടെയോ മഹാത്മാ അയ്യങ്കാളിയുടെയോ പൊയ്കയിലപ്പച്ചൻ്റെയോ ഡോക്ടർ ബി ആർ അംബേദ്കറുടെയോ വഴി ഈ ബംഗാൾ ഭദ്രലോകത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന നവോത്ഥാന ഭാവനകളെ പിൻപറ്റുന്ന ഒന്നായിരുന്നില്ല. നാരായണ ഗുരുസ്വാമികളുടെ വഴി ഈ ബംഗാൾ ഭദ്രലോകിനെ പോലെ വേദേതിഹാസ പുരാണപാഠ പാരമ്പര്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒന്നായിരുന്നില്ല. അതാണ് ഈ ബംഗാൾ ഭദ്രലോകിൻ്റെയും അംബേദ്കറിൻ്റെയും മറ്റും നവോത്ഥാന മുന്നേറ്റങ്ങളെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി അതാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രധാനമായി അദ്ദേഹം അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ പറയുന്നുണ്ട്, ഏതൊരു യുക്തിയെ നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണം എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ കർക്കിടക മാസം മുഴുവൻ ഇരുന്ന് രാമായണം വായിക്കണമെന്നല്ല അംബേദ്കർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ രാമായണം വായിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവും ഇല്ല, നിഷ്പ്രയോജനം. വെറുതെ 420 രൂപ വിലയുള്ള വെളിച്ചെണ്ണയും ചിലവാക്കി. 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 420 മുകളിലാണ് ഇപ്പോഴത്തെ വില. എള്ളെണ്ണയ്ക്കും അതുപോലെ തന്നെ ഭയങ്കര വിലയാണ്. അപ്പൊ ഈ വെളിച്ചെണ്ണയും എള്ളെണ്ണയും എല്ലാം മേടിച്ചുകൊണ്ട് വന്ന് വെറുതെ ട്യൂബ് ലൈറ്റും വലിയ ആധുനിക സംവിധാനം വന്നു. അത്രയും ആധുനിക സംവിധാനം വന്നിട്ട് നമ്മൾ വിളക്ക് തെളിയിക്കുക. അപ്പൊ എന്തുമാത്രം അജ്ഞതയുടെ ചാണകക്കുഴിയിലാണ് നമ്മൾ കിടക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് ഈ കർക്കിടക മാസം മുഴുവൻ ഇരുന്ന് വായിക്കുന്ന രാമായണ പാരായണം. യഥാർത്ഥത്തിൽ ഈ രാമനോ കൃഷ്ണനോ അല്ല ദളിതർക്കോ ആദിവാസികൾക്കോ പിന്നോക്ക ജനതയ്ക്കോ സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത്. ഇവരൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യം നിഷേധിച്ചവര്. രാമനും കൃഷ്ണനും സീതയും സരസ്വതിയും ഒക്കെ തന്നെ ഇന്ത്യയിലെ ദളിതരുടെയും ബഹുജനങ്ങളുടെയും ആദിവാസികളുടെയും സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും സാഹോദര്യത്തെയും വിദ്യാഭ്യാസാവകാശത്തെയും തൊഴിലവകാശത്തെയും നിരസിച്ചവരാണ്. നമ്മുടെ മാർഗവിഘ്നങ്ങളായിട്ട് ശോഭിച്ചവരാണ് ഇവരെല്ലാം, അല്ല നമ്മളെ സഹായിച്ചവരല്ല. ഇപ്പൊ UGCയുടെ പുതിയ കരിക്കുലം വന്നു കഴിഞ്ഞു. ആ കരിക്കുലത്തിൽ കെമിസ്ട്രിയുടെ 322 പേജുള്ള കെമിസ്ട്രിയുടെ കരിക്കുലത്തിന്റെ ആ കരിക്കുലം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യത്തെ പേജിൽ സരസ്വതിയുടെ ചിത്രമാണ്. നോക്കൂ, കെമിസ്ട്രിയുടെ കരിക്കുലം ഇന്ത്യ മുഴുവൻ പഠിക്കേണ്ടതാണ്. അത് ഹിന്ദുക്കൾ, കോട്ടാൻകോട്ട് ഹിന്ദുക്കൾ മാത്രം പഠിക്കുന്നതാണോ കെമിസ്ട്രി? അല്ല, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും ഇന്ത്യയിലെ വ്യത്യസ്ത മതവിശ്വാസികളും മതവിശ്വാസികളല്ലാത്തവരും പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ്, വിഷയമാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. അതിൻ്റെ 300-ലധികം പേജുകളുള്ള ഈ കെമിസ്ട്രിയുടെ കരിക്കുലത്തിന്റെ ഫ്രണ്ട് പേജിൽ എന്താ നമ്മൾ കാണുന്നത്? സരസ്വതിയുടെ ചിത്രമാണ്. ഈ സരസ്വതി ഉണ്ടായിട്ടും ഇന്ത്യയിലെ ദളിതർക്കോ ആദിവാസികൾക്കോ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസം ലഭിക്കാഞ്ഞത്? ഇന്ത്യയിലെ ദളിതർക്കോ ആദിവാസികൾക്കും സരസ്വതി ഉണ്ടായിട്ടും വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് മഹാത്മാ ഭൂലെയും മഹാത്മാ അയ്യങ്കാളിയും പോരാടേണ്ടി വന്നു.
പറഞ്ഞു വന്നത്, സരസ്വതി നമ്മുടെ കയ്യിൽ വെച്ച് തന്നതല്ല ഈ വിദ്യാഭ്യാസം, അത് മഹാത്മാ അയ്യങ്കാളിയും മഹാത്മാ ഫൂലെയും പോരാടി നേടിത്തന്നതാണ്. അല്ലാതെ ഒരു സരസ്വതിയും നമ്മുടെ കയ്യിൽ വെച്ച് തന്നിട്ടില്ല വിദ്യാഭ്യാസം. സരസ്വതിയുടെ കയ്യിലിരിക്കുന്ന എന്താ? വേദമാണ്. ആ വേദത്തിൽ എന്താ പറയുന്നത്? ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത ഊരു തതസ്യ വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത എന്നാണ് ഋഗ്വേദത്തിൽ പറയുന്നത്. വിരാട് പുരുഷന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനുണ്ടായി, പാദത്തിൽ നിന്ന് ശൂദ്രനുണ്ടായി. ഭാഗവത പുരാണത്തിൽ പറയും, വിരാട് പുരുഷന്റെ മുഖത്തു നിന്നുണ്ടായ ബ്രാഹ്മണൻ ഉത്തമനും, പാദത്തിൽ നിന്നുണ്ടായ ശൂദ്രൻ അധമനുമാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഭാഗവത സപ്താഹ 7 ദിവസം കുത്തിയിരുന്ന് വായിക്കുന്ന ഈ പുസ്തകത്തില് തനി ജാതിവെറിയാണ് കാണുന്നത്. ഭാഗവത പുരാണം 11 സ്കന്ധം 11-ാം അധ്യായത്തിൽ പറയും, ഭഗവാൻ വാസുദേവൻ കലിയുഗത്തിൽ അവതരിക്കും. എന്തിനു വേണ്ടിയാ? നമ്മളെയൊക്കെ രക്ഷിക്കാനാണോ? അല്ല. ശങ്കരാചാര്യർ ഗീതാഭാഷ്യത്തിന്റെ ആമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്, ആദികർത്ത നാരായണാഖ്യോ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കും. എന്തിനാ? ബ്രാഹ്മണത്വസ്യ രക്ഷണാർത്ഥം, ബ്രാഹ്മണ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി കൃഷ്ണൻ അവതരിക്കുമെന്ന്. അല്ലാതെ ഇന്ത്യയിലെ ദളിതരെ ആദിവാസികളെ രക്ഷിക്കാനല്ല കൃഷ്ണൻ അവതരിക്കുന്നത്. അതുകൊണ്ട് കൃഷ്ണന്റെ പുറകെ പോകുന്ന ആദിവാസികളും ദളിതരും ഒക്കെ വളരെ കരുതലോടുകൂടി ആയിരിക്കണം. വിഷുവിന് കണി വെക്കുമ്പോഴോ ഒന്ന് ആലോചിച്ചിട്ട് മതി. ദളിതരെ രക്ഷിക്കാനല്ല പുള്ളിയുടെ ഉദ്ദേശം. പുള്ളിയുടെ അവതാര ഉദ്ദേശം തന്നെ ആരെയോ രക്ഷിക്കുക എന്നുള്ളതാണ്. ബ്രാഹ്മണത്വസ്യ രക്ഷണാർത്ഥം, ബ്രാഹ്മണ്യത്തെയും ബ്രാഹ്മണരെയും രക്ഷിക്കുക. അദ്ദേഹം കുചേലൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനെ മാത്രമേ സഹായിച്ചിട്ടുള്ളൂ. വേറെ ആരെയും സഹായിച്ച ചരിത്രം ഭാഗവത പുരാണം നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. ഭാഗവത പുരാണത്തിൽ കുചേലവൃത്തം ഉണ്ട്. ആ കുചേല ചരിത്രത്തിൽ എന്താ പറയുന്നത്? കുചേലൻ എന്ന് പറയുന്ന ബ്രാഹ്മണനെ സഹായിക്കുന്നതിനെ പറ്റിയാണ്. വേറെ ആരെയെങ്കിലും കൃഷ്ണൻ സഹായിച്ചിട്ടുണ്ടോ ഭാഗവത പുരാണത്തിൽ? ഇല്ല. യഥാർത്ഥത്തിൽ കുചേലനെ സഹായിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കുചേലനെ സഹായിക്കേണ്ട ആവശ്യമില്ല. കാരണം കുചേലൻ അത്യാവശ്യം ഭൂമിയൊക്കെ ഉള്ളതായിട്ടാണ് ഭാഗവത പുരാണത്തിൽ പറയുന്നത്. നമ്മൾ ഭൂമി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കൃഷി ചെയ്യും. ഒരു വാഴയെങ്കിലും നടുവല്ലോ, ഒരു വെണ്ടയ്ക്കെങ്കിലും നടും. കുചേലൻ എന്തുകൊണ്ട് തൻ്റെ വീട്ടിൽ ഒരു വാഴ നട്ടില്ല എന്നൊരു ചോദ്യം മലയാളി ചോദിച്ചില്ല ഇതുവരെ. പകരം ഭഗവാൻ കൃഷ്ണൻ കുചേലന്റെ ദാരിദ്ര്യം മാറ്റി നമ്മൾ പറയുന്നത്. ഇയാൾ എന്തുകൊണ്ട് ഒരു 10 വാഴ നട്ടില്ല? അങ്ങനെയാണെങ്കിൽ കൃഷ്ണന്റെ മുമ്പിൽ ഇരക്കേണ്ടി വരില്ലായിരുന്നല്ലോ. കൃഷ്ണനെ കാണേണ്ട ആവശ്യം പോലും വരത്തില്ലായിരുന്നു. വാഴയുടെ പിണ്ടി ഉണ്ടെങ്കിൽ തന്നെ 10 ദിവസം കറിയായി. അപ്പൊ ഒരു തരത്തിലും കൃഷ്ണൻ സഹായിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. ഈ ദാരിദ്ര്യ കഥയാണ് ആര്യൻ എന്ന് പറയുന്ന സിനിമയിലൂടെ കൂടുതൽ ദൃശ്യവൽക്കരിച്ച് നമ്മുടെ മുമ്പിൽ വന്നു. ആര്യൻ എന്ന സിനിമയുടെ ആ ഒരു പ്രതിപാദന സന്ദർഭം, അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് എന്ത് കാണാൻ കഴിയും? ഒരു ബ്രാഹ്മണ കുടുംബം അമ്പലത്തിലെ പടച്ചോറ് കൊണ്ടാണ് കഴിയുന്നത്. അത്യാവശ്യം ഭൂമി അതിനകത്ത് കാണിക്കുന്നുണ്ട് ആര്യൻ എന്ന സിനിമയിൽ. അവരുടെ വീട്ടിന് ചുറ്റുമെങ്കിലും ഒരു കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരു കറിയെങ്കിലും ഉണ്ടാക്കി കഴിക്കാമല്ലോ. മലയാളി ഒരിക്കലും ചോദിച്ചില്ല. ബ്രാഹ്മണ ദുഃഖത്തിൽ നമ്മളെല്ലാവരും കരയുകയാണ്. ആ കരച്ചിൽ ഇപ്പോഴും തുടരുക. ആ കരച്ചിൽ അവസാനിപ്പിക്കണം. ബ്രാഹ്മണ ദൈവങ്ങളെ ആരാധിക്കുന്ന പരിപാടി അവസാനിപ്പിച്ചാൽ മാത്രമേ ഇന്ത്യയിലെ ജനതയ്ക്ക് ഒരു വിമോചനം സാധ്യമാകത്തുള്ളൂ. ബ്രാഹ്മണ ദൈവങ്ങളെ ഉപാസിക്കുന്നതും ബ്രാഹ്മണ ദൈവങ്ങളെ കാണുവാൻ അമ്പലം കയറി ഇറങ്ങുന്ന പരിപാടി നമ്മൾ അവസാനിപ്പിക്കണം. കുട്ടികൾ ഉണ്ടാകുന്നതിന് തടസ്സം തോന്നിയാൽ പാമ്പിനെ പോയി കണ്ടിട്ട് കാര്യമില്ല. ഉണ്ടോ? ചൊറിച്ചില് വന്നു, പാമ്പിന് കിടക്കപ്പുറത്തില്ല, മഞ്ഞപ്പൊടിയുമായിട്ട് പാമ്പിനെ കാണാൻ പോവുക. നല്ല ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് പരിഹരിക്കേണ്ട വിഷയമാണ്. പാമ്പിന് കിടക്കപ്പുറതിയില്ല. പാമ്പിനെ കണ്ടാൽ മഞ്ഞപ്പൊടി വിതറിയാൽ ചൊറിച്ചില് മാറുമെന്നും മക്കളുണ്ടാകുമെന്ന് വിചാരിക്കുക. സത്യത്തിൽ എന്താ പറയേണ്ടത്? മക്കളുണ്ടാകാൻ നമ്മൾ പാമ്പിന്റെ ദേഹത്ത് മഞ്ഞപ്പൊടി വിതറിയിട്ട് കാര്യമുണ്ടോ? അത് വേറൊരു കാര്യമാണ്. അത് വേറൊരു പ്രതലത്തിൽ നടക്കേണ്ട കാര്യമാണ്. അതിന് മഞ്ഞപ്പൊടിയായിട്ട് പാമ്പിനെ കണ്ടിട്ട് കാര്യമില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമൂഹ്യ ബോധത്തെ തന്നെ തലതിരിച്ചിടുകയാണ് ബ്രാഹ്മണ്യം ചെയ്യുന്നത്. ശരിയായി ചിന്തിക്കുന്നതിന് നമ്മളെ പ്രാപ്തരാക്കുന്ന ഒന്നല്ല ഇന്ത്യൻ ബ്രാഹ്മണ്യം. അത് നമ്മളെ ചിന്തകളെ ചാണകം കൊണ്ട് പൊതിയും. നമ്മുടെ മസ്തിഷ്കത്തിൽ നിന്ന്
മസ്തിഷ്ക ചിന്തകളെ, മസ്തിഷ്കത്തിലെ ബൗദ്ധികമായ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മസ്തിഷ്കത്തിൽ ചാണകം നിറയ്ക്കുന്ന പ്രക്രിയയുടെ പേരാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഇന്ത്യൻ ബ്രാഹ്മണ്യത്തെ ഉപേക്ഷിക്കാതെ ഇന്ത്യൻ സമൂഹത്തിൽ എന്ത് സാധ്യമല്ല? നവോത്ഥാനം സാധ്യമല്ല. ഇപ്പൊ നവോത്ഥാനം എന്ന ബംഗാൾ ഭദ്രലോകനെ മുൻനിർത്തി പറയുകയാണെങ്കിൽ അത് വേദേതിഹാസ പുരാണ പാഠങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നു. എന്നാൽ നാരായണ ഗുരുവിൻ്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും മഹാത്മാ ഭൂലെയുടെയും ഡോക്ടർ BR അംബേദ്കറിന്റെയും ചിന്താ പദ്ധതികൾ, പ്രയോഗ പദ്ധതികൾ, പ്രവർത്തന വഴികൾ, സമര വഴികൾ ഇതൊക്കെ തന്നെ ഈ വേദേതിഹാസ പുരാണ പാഠ പാരമ്പര്യങ്ങളെയും അതിൻ്റെ പ്രയോഗ വഴികളെയും സംസ്കാര വഴികളെയും സമ്പൂർണമായി നിശ്ചിതമായി ഉപേക്ഷിക്കുന്നതും നിരസിക്കുന്നതുമായ ഒന്നായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടെടുക്കേണ്ടത് എന്താണ്? നാരായണ ഗുരുവിലും പൊയ്കയിൽ അപ്പച്ചനിലും ഡോക്ടർ BR അംബേദ്കറിലും വികസിക്കുന്ന സാമൂഹ്യ പരിഷ്കരണത്തിന്റെ ജ്ഞാനോദയ ചിന്താ പദ്ധതിയെയാണ് നമ്മൾ വീണ്ടെടുക്കേണ്ടത്. ഡോക്ടർ മീരാനന്ദയുടെ ഭാഷയിൽ പറഞ്ഞ, ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ ഡോക്ടർ മീരാനന്ദയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഇന്ത്യയിലെ ദളിത് ജനവിഭാഗങ്ങളുടെ വിമോചനത്തിനുള്ള മാർഗം എന്താണ്? അത് ആധുനികമായ ശാസ്ത്രചിന്തയുടെ രീതിശാസ്ത്രം സ്വീകരിക്കുക എന്നുള്ളതാണ്. അല്ല വേദത്തിൻ്റെയോ പുരാണത്തിൻ്റെയോ ചിന്താ പദ്ധതി അല്ല നമ്മളുടെ വിമോചനത്തിൻ്റെ വഴി. ഇന്ത്യയിലെ ദളിതരുടെയും ആദിവാസികളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട മുഴുവൻ ജനവിഭാഗങ്ങളുടെയും ചിന്തയുടെ രീതിശാസ്ത്രം എന്തായിരിക്കണം? അത് ശാസ്ത്രത്തിൻ്റെ, സയൻസിൻ്റെ രീതിശാസ്ത്രമായിരിക്കണം. നിർഭാഗ്യവശാൽ സയൻസിൻ്റെതായ ഈ രീതിശാസ്ത്രവും ചിന്തകളും പിൻപറ്റുന്നതിന് പകരം കേരളത്തിൽ തന്നെ നടന്നു വരുന്ന എന്താണ്? ഈ ഇതിഹാസ പുരാണ പാഠങ്ങളുടെ ചിന്താരീതി നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച മാതൃഭൂമി വാരാന്ത പതിപ്പിൽ, പത്രത്തോടൊപ്പം ലഭിക്കുന്ന വാരാന്ത പതിപ്പിൽ പ്രമുഖനായ കഥാകൃത്ത് KP രാമനുണ്ണിയുടെ ഒരു ലേഖനം ഉണ്ടായിരുന്നു. KP രാമനുണ്ണിയുടെ ലേഖനത്തിന്റെ ആദ്യത്തെ വാചകം തന്നെ KP രാമനുണ്ണി പറയുന്നത്, രാമായണം വിളക്ക് വെച്ച് വായിക്കുന്നത് ഒരു മഹാത്ഭുതമാണെന്നാണ്. കേരളത്തില് രാമായണം വിളക്ക് വെച്ച് വായിക്കുന്ന ഒരു മഹാത്ഭുതമാണ്. ലോകത്തിന്റെ മറ്റൊരു ഭാഗത്തും ഇങ്ങനത്തെ ഒരു അത്ഭുതം ഇല്ലെന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇത് അത്ഭുതം എന്നല്ല, വിവരക്കേടെന്നാണ് അതിനെ പറയേണ്ടത്. വിവരക്കേടെന്നേ പറയാനുള്ള ഇതിന്. കാരണം എന്താണ്? ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും ഇതിഹാസങ്ങളുണ്ട്, ഗ്രീക്ക് ഇതിഹാസങ്ങളുണ്ട്. ആ ഇതിഹാസ കഥാപാത്രങ്ങളെല്ലാം അവരാരും വിളക്ക് വെച്ച് ആരാധിക്കുന്നില്ല. ഉണ്ടോ? അതിന്റെ കാലം കഴിഞ്ഞു. പക്ഷേ ഇന്ത്യയിൽ, കേരളത്തിൽ ഇപ്പോൾ ഇതിഹാസ കഥാപാത്രങ്ങൾ നമ്മളെ നിയന്ത്രിക്കുകയാണ്, രാഷ്ട്രീയമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് അത്ഭുതമല്ല. ഉപേക്ഷിക്കേണ്ടതിനകത്തതിനെ ഇപ്പോഴും തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നതിൻ്റെ പേര് അത്ഭുതം എന്നല്ല, പ്രതിലോമ ആധുനികത എന്നാണ് അതിനെ വിളിക്കേണ്ടത്. അത് KP രാമനുണ്ണിക്ക് മനസ്സിലാവുന്നില്ല. KP രാമനുണ്ണി പറയുന്നത്, എഴുത്തച്ഛൻ സൃഷ്ടിച്ച രാമൻ ഒരു ജാതി വിരുദ്ധനായിരുന്നു എഴുത്തച്ഛന്റെ രാമൻ. ഈ രാമനുണ്ണി തന്നെ പറയുന്നത് ഈ രാമായണം വിളക്ക് വെച്ച് വായിക്കുന്നതിനെ പറ്റിയാണല്ലോ. ഈ വിളക്ക് വെച്ച് വായിക്കുന്ന കുഴപ്പമെന്ന് വെച്ചാൽ വെട്ടം കുറവായതുകൊണ്ട് നല്ലോണം വായിക്കുന്നത് കാണത്തില്ല. എനിക്ക് രാമനുണ്ണിയോടുള്ള അഭ്യർത്ഥന, നല്ല ട്യൂബ് ലൈറ്റ്, നല്ല പ്രകാശമുള്ള ബൾബ് വെച്ച് പുസ്തകത്തിലോട്ട് അടിച്ച് വായിക്കണം. അപ്പൊ മനസ്സിലാകും. എഴുത്തച്ഛന്റെ രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നുണ്ട്, മഞ്ഞിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ പൂജിക്ക മാമടോ. ഭൂമിയിൽ നിനക്ക് എന്നെ പൂജിക്കണമെങ്കിൽ എന്തു വേണം? നീ ബ്രാഹ്മണനായിട്ട് ജനിക്കണം, അല്ലെങ്കിൽ ക്ഷത്രിയനായിട്ട് ജനിക്കണം, അല്ലെങ്കിൽ വൈശ്യനായിട്ട് ജനിക്കണം. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യാദികൾ മാത്രമാണ് ത്രൈവർണികർ. ഈ ത്രൈവർണികർക്ക് മാത്രമേ തന്നെ പൂജിക്കാൻ അർഹതയുള്ളൂ എന്നാണ് ആര് പറയുന്നത്? എഴുത്തച്ഛന്റെ രാമൻ പറയുന്നത്. ഈ രാമൻ എങ്ങനെയാണ് ജാതി വിരുദ്ധനാകുന്നത്? അപ്പൊ ഈ ഭാഗം ഒന്നുകിൽ KP രാമനുണ്ണി വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ രാമനുണ്ണി ഈ ഭാഗം കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നുള്ളതാണ്. തന്നെയല്ല, എഴുത്തച്ഛന്റെ രാമായണത്തിന്റെ പ്രത്യേകത അത് ഉമാമഹേശ്വര സംവാദം ആണ് എന്നുള്ളത്. ഉമാമഹേശ്വര സംവാദം എന്താണ്? ഉമാമഹേശ്വര സംവാദം പാർവതിക്ക് പരമശിവൻ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് എഴുത്തച്ഛന്റെ രാമായണം കിളിപ്പാട്ട്. അപ്പൊ പാർവതി ശിവനോട് അപേക്ഷിക്കുന്നുണ്ട്, വർണ്ണധർമ്മങ്ങളും പുനരാശ്രമധർമ്മങ്ങളും നീ എനിക്ക് വഴി പോലെ ഉപദേശിച്ചു തന്നാലും എന്നാണ് എഴുത്തച്ഛന്റെ പാർവതി ശിവനോട് അപേക്ഷിക്കുന്നത്. എന്താണ് വർണ്ണധർമ്മവും ആശ്രമധർമ്മവും? വർണ്ണധർമ്മം എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ്യമാണ്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യാദികളായിട്ട് മനുഷ്യരെ 4ആയി തരംതിരിക്കുന്നു.
അതിനെ അതിൽ ബ്രാഹ്മണനെ ഏറ്റവും മുകളിലും ശൂദ്രനെ ഏറ്റവും താഴെ തരംതിരിക്കുകയും ശൂദ്രൻ ജീവിതകാലം മുഴുവൻ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികളുടെ പാദസേവ ചെയ്യുകയും വേണം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് വർണ്ണധർമ്മം എന്ന് പറയുന്നത്. അത് മനുഷ്യരെ സമന്മാരായി കാണുന്നില്ല, സ്ത്രീകളെ സമരായി കാണുന്നില്ല, സ്ത്രീകളെ ഏറ്റവും നികൃഷ്ടരായിട്ടാണ് കാണുന്നത്. അധ്യാത്മരാമായണത്തിൽ പറയും, അച്ഛനെന്തുള്ളിലൊന്ന് ഇച്ഛ എന്നാൽ അത് ഇച്ഛയെന്നുറച്ചിടണം അമ്മയും. അച്ഛൻ്റെ ഇച്ഛ എന്താണോ അതായിരിക്കണം അമ്മയുടെ ഇച്ഛയും. അച്ഛൻ തലേ ദിവസം രാത്രി സ്വപ്നം കാണുകയാണ്, മനസ്സിൽ കരുതുകയാണ് നാളെ രാവിലെ ചപ്പാത്തി കഴിക്കണമെന്ന് ചേട്ടൻ വിചാരിച്ചാൽ ചേച്ചി രാവിലെ തന്നെ ചപ്പാത്തിക്ക് മാവ് കുഴക്കണം. ഈ രീതിയിലായിരിക്കണം കാര്യങ്ങൾ. അപ്പൊ പുരുഷ മേധാവിത്വം ഉറപ്പിക്കുകയാണ് അധ്യാത്മരാമായണ യഥാർത്ഥത്തിൽ. നാഥ പതിവ്രതയാം പത്നി, എനിക്ക് ആധാരം മറ്റേതുമില്ല എന്നാ സീത രാമനോട് പറയുന്നത്. വല്ലഭോച്ചിഷ്ടം എനിക്ക് അമൃതോപമം, ഭർത്താവിൻ്റെ ഉച്ചിഷ്ടമാണ് എനിക്ക് അമൃതം. വേറൊരു പാത്രത്തിൽ എടുത്ത് വെച്ച് കഴിക്കുകയല്ലേ വേണ്ടത്, അതിന് പകരം ഈ എൻ്റെ ഭർത്താവിൻ്റെ എച്ചിൽ കഴിക്കുന്ന മഹാപുണ്യം എന്ന് കരുതുന്നത് ഒരു അസംബന്ധം പിടിച്ച ലോകവീക്ഷണം ഇന്ത്യയിലല്ലാതെ മറ്റൊരു ലോകത്തില്ല. ഈ രീതിയിലാണ് നമ്മുടെ ചിന്താഗതി. ഈ പുരുഷ മേധാവിത്വത്തെ, ബ്രാഹ്മണാധിപത്യത്തെ ഉറപ്പിക്കുന്ന പുസ്തകമാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട്. ഇതാണ് കർക്കിടക മാസത്തിൽ 31 ദിവസവും വായനയാണ്. എന്ന് പറഞ്ഞാൽ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് വായിച്ച് നിങ്ങൾ ഭരണഘടനയ്ക്കെതിരായി യുദ്ധം ചെയ്യുകയാണ്. ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഭരണഘടനയ്ക്കെതിരായ യുദ്ധമാണ് എവിടെ നടക്കുന്നത്? കർക്കിടക മാസത്തിലെ രാമായണ പാരായണത്തിലൂടെ നടക്കുന്നത്. രാമായണം തുടങ്ങുന്നത് എങ്ങനെ? കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജ ലീനപാംസു സഞ്ചയം മമ ചേതോ ദർപ്പണത്തിന്റെ മാലിന്യം അത് തീർത്ത് ചേതസി തെളിഞ്ഞിടുവാൻ വണങ്ങുന്നേൻ. കാരണഭൂതന്മാരാം, ഈ ലോകത്തിന്റെ എല്ലാ സൃഷ്ടികർത്താവായ ബ്രാഹ്മണരുടെ കാലിലെ പൊടി എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തൊരു വൃത്തികേടാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈശ്വരൻ എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് ആശ്വസിക്കാം അല്പമെങ്കിലും. പക്ഷെ ബ്രാഹ്മണരുടെ കാലിലെ പൊടി ഹൃദയം ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ പുസ്തകത്തെയാണ് വലിയ വിപ്ലവ പുസ്തകം എന്ന് KP രാമനുണ്ണി വിശേഷിപ്പിച്ചത്. രാമൻ ജാതിവിരുദ്ധനായിരുന്നു പോലും, താണജാതിക്കാരനായി. നോക്കൂ, 2025 ഒരു ലേഖനം എഴുതുമ്പോൾ KP രാമനുണ്ണി തൻ്റെ ലേഖനത്തിൽ പറയുകയാണ്, താഴ്ന്ന ജാതിക്കാരനും തോണിക്കാരനുമായ ഗുഹനെ രാമൻ കെട്ടിപ്പിടിച്ചു. അതപ്പോൾ വലിയ വിപ്ലവമായി. രാമൻ ഗുഹനെ കെട്ടിപ്പിടിച്ചത് വലിയ വിപ്ലവമാണ് പോലും. അത് KP രാമനുണ്ണിക്ക് വലിയ വിപ്ലവമായിരിക്കും. ഇന്ത്യയിലെ ദളിത് സമുദായത്തെ സംബന്ധിച്ച് രാമൻ ഗുഹനെ കെട്ടിപ്പിടിച്ച ഒരു വിപ്ലവമേ അല്ല. അത് 2025 പറയാൻ KP രാമനുണ്ണിക്ക് ലജ്ജയില്ല എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ലജ്ജയില്ല അങ്ങനെ പറയാൻ, താഴ്ന്ന ജാതിക്കാരൻ എന്ന പ്രയോഗം. അപ്പൊ രാമനുണ്ണിയുടെ മനസ്സിൽ ഇപ്പോൾ ഈ മനുഷ്യരൊക്കെ താഴ്ന്നവരാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അത്തരം ഒരു ഭാഷാ പ്രയോഗം രാമനുണ്ണിയുടെ മനസ്സിൽ ഉണ്ടാകുന്നത്. നോക്കൂ, ഇവിടെ 2 പ്രശ്നങ്ങളുണ്ട്. വസ്തുതാപരമായി തന്നെ അദ്ദേഹം ഒരു പ്രമാദം സംഭവിച്ചിരിക്കുന്നു. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ ഗുഹൻ ആരല്ല? തോണിക്കാരനല്ല. ഗുഹൻ നിഷാദാധിപനാണ്, രാജാവാണ്. നിഷാദാധിപനായ കാട്ടിലെ രാജാവായ ഗുഹനെ KP രാമനുണ്ണി എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? തോണിക്കാരനും താഴ്ന്നവനുമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഭാഷ ഇത്രയധികം വികസിച്ചു വന്നിട്ട് പോലും രാമനുണ്ണിയെ പോലെയുള്ള കഥാകൃത്തുക്കളുടെ മനസ്സിൽ നിന്ന് ജാതി മേധാവിത്വവും ജാതിക്കറയും ഇറങ്ങിപ്പോയിട്ടില്ല എന്നുള്ളതാണ്. അവരിപ്പോഴും പഴയ ഫ്യൂഡൽ നാടുവാഴിക്കാലത്തെ ജാതി മൂല്യബോധങ്ങളുമായിട്ടാണ് ഇത്തരം കഥാകൃത്തുകൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തുറന്ന വിമർശനം അതിനെതിരെ ഉണ്ടായേ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ഈ വേദിയിൽ തന്നെ അത് ഞാൻ പറയുന്നത്. രാമൻ ജാതിവിരുദ്ധനാണ്. എങ്ങനെയാണ് രാമൻ ജാതിവിരുദ്ധനാകുന്നത്? വാൽമീകി രാമായണത്തിൽ തന്നെ ഗുഹനെ പറ്റി പറയുന്ന ഒരു സന്ദർഭം, രാമനെ കാണുവാൻ വേണ്ടി നിഷാദാധിപനായ ഗുഹൻ ഫലമൂലാദികളുമായിട്ട് രാമന്റെ അടുത്ത് വരിക. രാമൻ ആ ഫലമൂലാദികളൊന്നും സ്വീകരിച്ചില്ല. ഈ വലിയ സുഹൃത്താണെങ്കിൽ കെട്ടിപ്പിടിച്ചെങ്കിൽ എന്തുകൊണ്ടാണ് ഗുഹനിൽ നിന്ന് ഫലമൂലാദികളൊന്നും തന്നെ രാമൻ സ്വീകരിക്കാതിരുന്നത്? പിന്നീട് രാമനെ അന്വേഷിച്ച് ഗുഹന്റെ അടുത്തെത്തുന്ന ഭരതനോട് ഗുഹൻ ഇക്കാര്യം പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് ഫലമൂലാദികളൊന്നും തന്നെ രാമൻ സ്വീകരിച്ചില്ല എന്ന്
ഗുഹൻ ഭരതനോട് പറയുമ്പോൾ ഭരതൻ പറയുന്നുണ്ട്, ത്രൈവർണിക ധർമ്മം അനുസരിച്ചാണ് രാമൻ എന്ത് ചെയ്തത്? ഫലമൂലാദികൾ സ്വീകരിക്കാതിരുന്നത്. ക്ഷത്രിയ ധർമ്മം അനുസരിച്ചാണ് രാമൻ ഫലമൂലാദികൾ സ്വീകരിക്കാതിരുന്നത്. എന്താണ് ക്ഷത്രിയ ധർമ്മം? എന്താണ് ത്രൈവർണിക ധർമ്മം? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഗുഹനോടുള്ള അയിത്തം കൊണ്ടാണ് ഗുഹനിൽ നിന്ന് ഫലമൂലാദികളൊന്നും തന്നെ ആര് സ്വീകരിക്കാതിരുന്നത്? രാമൻ സ്വീകരിക്കാതിരുന്നത്. ശബരിയിൽ നിന്ന് ഫലമൂലാദികൾ രാമൻ ഭക്ഷിച്ചു. അതാണ് KP രാമനുണ്ണിയുടെ രണ്ടാമത്തെ വിപ്ലവം. ശബരിയിൽ നിന്ന് കുറച്ച് പഴങ്ങൾ മേടിച്ച് രാമൻ തിന്നാണ് ഇത്ര വലിയ ഇത്. ഔദാര്യം എന്നല്ല ഇതിന്റെ പേര്, ഔദാര്യം. ആ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ടെന്നാണ് 2025 ഞങ്ങൾ പറയുന്നത്. രാമൻ അങ്ങനെ ഫലമൂലാദികൾ പിടിച്ചു കഴിച്ചെങ്കിൽ ഞങ്ങൾക്ക് എന്ത് വേണം? അത് രാമനുണ്ണിയെ പോലുള്ളവർക്ക് വലിയ വിപ്ലവമായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് വലിയ വിപ്ലവമൊന്നും അല്ലാതെ. പന്തിഭോജനം നടന്ന നാടാണിത്. അയ്യങ്കാളിയെ പോലുള്ളവർ വില്ലുവണ്ടി വായിച്ച നാട്ടിലാണ് രാമൻ ശബരിയുടെ കയ്യിൽ നിന്ന് പഴം മേടിച്ച് കഴിച്ചെന്ന് പറയുന്ന. ലജ്ജയില്ല ഇത് പറയാനെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ലജ്ജയില്ല ഇത് പറയാൻ. അപ്പൊ സമ്പൂർണ്ണമാണ്. പാതിവൃത്യം എന്ന് പറയുന്ന സങ്കല്പത്തിലൂടെ സ്ത്രീകളെ അടിച്ചമർത്തുന്ന, പുരുഷ മേധാവിത്വം ഉറപ്പിക്കുന്ന ഒരു പുസ്തകം എങ്ങനെയാണ് വിപ്ലവ ഗ്രന്ഥമാകുന്നത്? ആ ലേഖനത്തിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, എഴുത്തച്ഛനെ വിമർശിക്കുന്നവരെ ഇതാണ് അധ്യാത്മരാമായണത്തിന്റെ സാരസ്വത രഹസ്യം. ഇതാണ് KP രാമനുണ്ണിയുടെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ മാതൃഭൂമിയിൽ വന്ന ലേഖനത്തിന്റെ ശീർഷകം ഇതാണ്, എഴുത്തച്ഛനെ വിമർശിക്കുന്നവരെ ഇതാണ് അധ്യാത്മരാമായണത്തിന്റെ സാരസ്വത രഹസ്യം. അധ്യാത്മരാമായണത്തിന്റെ സാരസ്വത രഹസ്യം എന്താണ്? ജാതിയാണ്. വേറെ ഒരു സാരസ്വത രഹസ്യം അതിനില്ല. അതിലുണ്ട് എന്ന് ആർക്ക് തോന്നുന്നതാണ്? രാമനുണ്ണിയെ പോലുള്ള ആൾക്ക് തോന്നുന്നതാണ്. ഇനി മറ്റൊരു രഹസ്യം രാമനുണ്ണി കണ്ടെത്തുന്നുണ്ട്. രാമായണം യഥാർത്ഥത്തിൽ എഴുത്തച്ഛന്റെ രാമായണം അവതരിപ്പിക്കുന്നത് എന്താണ്? ബ്രഹ്മജ്ഞാനമാണ് അവതരിപ്പിക്കുന്നത്. ബ്രഹ്മജ്ഞാനമാണ്. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജ ലീനവാംസു സഞ്ജയം എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ പറയുന്ന ബ്രാഹ്മണരാരാണ്? ബ്രഹ്മജ്ഞാനികളാണ്. അത് ജാതിക്കളി കളിക്കുന്നവർക്ക് മനസ്സിലാകത്തില്ലെന്നാണ് രാമനുണ്ണി പറയുന്നത്. ജാതിക്കളി കളിക്കുന്നവർക്ക് ഈ ബ്രഹ്മജ്ഞാനികളെ പറ്റി മനസ്സിലാവില്ല. എന്ത് ബ്രഹ്മജ്ഞാനം, എന്ത് ബ്രാഹ്മണർ? ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ എന്ന് പ്രയോഗമുണ്ട് എന്നാണ് പറയുന്നത്. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആധികാരികമായ യാതൊരു ഗ്രന്ഥങ്ങളിലും ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ എന്നൊരു പ്രയോഗം നമ്മൾ കാണുന്നില്ല. അത് വളരെ പിൽക്കാലത്ത് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ബ്രാഹ്മണ്യം എഴുതി ഉണ്ടാക്കിയതാണ്. പ്രാചീനമായ ഗ്രന്ഥങ്ങളിലൊന്നും ഈ ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ എന്നുള്ള പ്രയോഗം നമ്മൾ കാണില്ല. ശങ്കരാചാര്യർ എഴുതിയ ബൃഹദാരണ്യകോപനിഷത്തിന്റെ ഭാഷ്യത്തിൽ ബ്രഹ്മം എന്ന പദത്തെ ശങ്കരാചാര്യർ നിർവചിക്കുന്നുണ്ട്. അവിടെ പറയും, ബ്രാഹ്മണ ജാത്യഭിമാനാത് ബ്രഹ്മേത്യഭിധീയതേ. എന്താണ്? ബ്രാഹ്മണ ജാത്യഭിമാനാത് ബ്രഹ്മേത്യഭിധീയതേ. ബ്രാഹ്മണ ജാതിയുടെ അഭിമാനം ഹേതുവായി ബ്രഹ്മത്തെ ആ പേരിൽ വിളിക്കുന്നു. അപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഹ്മണ ജാതിയാണ്, വേറൊന്നുമല്ല. ഈ ബ്രഹ്മത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് വർഷങ്ങളായിട്ട് നമ്മളെ നൂറ്റാണ്ടുകളായി പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറ്റിക്കൽ ഇനി നടക്കില്ല. രാമനുണ്ണി പ്രകൃതികളുടെ പറ്റിക്കൽ പരിപാടി അവസാനിപ്പിച്ചേ മതിയാവും. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനത്തിന്റെ പേര് പറഞ്ഞ് ഇന്ത്യയിലെ ദളിതരെ, ആദിവാസികളെ, പിന്നോക്കക്കാരെ ഇനിയും പറ്റിക്കാൻ നോക്കണ്ട. അപ്പൊ ബ്രഹ്മജ്ഞാനം മുതലായ സങ്കല്പങ്ങൾ അടിസ്ഥാനപരമായിട്ട് എന്താണ്? ജനാധിപത്യ വിരുദ്ധമാണ്. ഡോക്ടർ BR അംബേദ്കർ പറയുന്നുണ്ട്, ഒരു കയ്യിൽ തത്വമസയം മറു കയ്യിൽ ജാതി വ്യവസ്ഥയും കൊണ്ടു നടക്കാൻ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ കഴിയൂ എന്നാണ് ഡോക്ടർ BR അംബേദ്കർ പറയുന്നത്. അംബേദ്കർ ചോദിക്കുന്നു, ബ്രഹ്മം എല്ലായിടത്തും ഉണ്ടെങ്കിൽ, ആ ബ്രഹ്മം ബ്രാഹ്മണനിലും ചണ്ടാലിലും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് സമൂഹത്തിൽ സമത്വമില്ല എന്ന് ഡോക്ടർ BR അംബേദ്കർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ബ്രഹ്മത്തെ പറ്റി പറയുന്നു, ബ്രഹ്മം എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ മനുഷ്യർക്കിടയിൽ എന്ത് കാണുന്നില്ല? സമത്വം കാണുന്നില്ല. ഈ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ KP രാമനുണ്ണി പറയുന്നത് ഇങ്ങനെയാണ്, ചില ആളുകൾ അവകാശപ്പെടുന്നത് പോലെ രാമായണം മുതലായ കൃതികൾ യഥാർത്ഥത്തിൽ എന്താണ്? ഞാനിവിടെ വിശദീകരിച്ചതുപോലെ അത് ജാതിയെ സ്ഥാപിക്കുന്ന, ഭരണഘടനാ വിരുദ്ധമായ സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യം മുതലായ ആശയങ്ങളെ സമ്പൂർണമായി തകർക്കുന്ന ഒന്നാണ് എന്ത്? എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട്. KP രാമനുണ്ണി പറയുന്നത്, കർക്കിടക മാസത്തിലെ രാമായണ പാരായണം ഭാവിയിൽ ചുട്ടരിക്കാൻ സാധ്യതയുള്ള, അംബേദ്കറുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള ഭരണഘടന ചുട്ടരിക്കപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ചുട്ടരിക്കാതിരിക്കാനുള്ള സംരക്ഷണത്തിന്റെ ഭാഗമാണ് കർക്കിടക മാസത്തിലെ രാമായണ പാരായണം. സത്യത്തിൽ ഈ കണ്ടുപിടുത്തത്തിന്
ഒരു 10 ഡോക്ടറേറ്റ് ഒരുമിച്ച് കൊടുക്കണം. ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ നേതൃത്വത്തിൽ ഉണ്ടായ ഭരണഘടന ചുട്ടരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നതാണ് രാമനുണ്ണിയുടെ കണ്ടുപിടുത്തം. ഭരണഘടന സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ അതിശക്തമായി പറഞ്ഞിട്ടുണ്ട്, ഏതൊരു യുക്തിയെ നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്നാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കെ.പി. രാമനുണ്ണിയെ പോലെയുള്ള രാമായണത്തെ പുകഴ്ത്തുകയും അത് ദളിതരുടെയും ആദിവാസികളുടെയും തലയിൽ കെട്ടിയേൽപ്പിക്കാൻ ശ്രമിക്കുന്നവരോടുള്ള അഭ്യർത്ഥന, അവർ ദയവ് ചെയ്ത് അംബേദ്കറെ വായിക്കാൻ തയ്യാറാവണമെന്നാണ്. അംബേദ്കറെ വായിക്കാൻ തയ്യാറാകണം. അംബേദ്കറെ വായിക്കാതെ ഈ രാമായണം, സത്യത്തിൽ ഇവര് രാമായണം ഒറിജിനൽ ടെസ്റ്റ് പോലും വായിക്കുന്നില്ല. രാമായണം ഒറിജിനൽ ടെസ്റ്റ് വായിച്ചാൽ ഞാൻ ഉദ്ധരിച്ച കാര്യങ്ങളെല്ലാം അവിടെ കാണേണ്ടി വരും. അപ്പൊ ആ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് രാമായണത്തെ വാർണിഷിട്ട് കാണിക്കുന്ന പരിപാടിയിലാണ് കെ.പി. രാമനുണ്ണി ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് കെ.പി. രാമനുണ്ണിയെ പോലെ രാമായണത്തെയും രാമനെയും കൃഷ്ണനെയും വാർണിഷിട്ട് ഇന്ത്യയിലെ ബഹുജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ വരുന്ന പരിപാടി അംബേദ്കറെ മുൻനിർത്തി ഞങ്ങൾ പ്രതിരോധിക്കുമെന്നുള്ളതാണ് ഇന്ത്യയിലെ അവർണ ബഹുജനങ്ങളുടെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഏകപക്ഷീയമായിട്ട് പണ്ടത്തെ പോലെ ലേഖനം എഴുതി ഇന്ത്യയിലെ അവർണരെ അങ്ങ് ഒതുക്കിയേക്കാം എന്നുള്ള ചിന്ത ഇനിയും വേണ്ട. അത് കവിരാമായണത്തിന്റെ, കവിഭാരതത്തിന്റെ വിവാദകാലത്ത് അത് നടന്നിരുന്നു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ നമ്പുരാൻ വലിയ കവി സാർവഭൗമനായിരുന്നു. അദ്ദേഹം കവിഭാരതം എന്ന് പറയുന്ന ഒരു കൃതി എഴുതി, കവിഭാരതം. അതിനകത്ത് അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്ന പ്രമുഖരായ കവികളെയെല്ലാം മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിച്ചു. കേരളത്തിലെ ഒറ്റ അവർണ കവികളെ പോലും ആരടിപ്പിച്ചില്ല ആ കൃതിയിൽ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ നമ്പുരാൻ അടുപ്പിച്ചില്ല. സരസകവി മൂലൂർ പത്മനാഭ പണിക്കർ കവിരാമായണം എഴുതി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന് മറുപടി കൊടുത്തു. എങ്ങനെയാണ് അവർണ ജനതയുടെ ഉൾക്കൊള്ളൽ അത് സവർണരെ പുറന്തള്ളുന്നല്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സരസകവി മൂലൂര് കവി രാമായണം എഴുതിയപ്പോൾ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്തെഴുതിയത്, അദ്ദേഹം കവിരാമായണം എഴുതിയത്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ അതിനകത്ത് കവിരാമായണത്തിൽ അദ്ദേഹം ബ്രഹ്മാവിന് തുല്യനായി സ്ഥാനപ്പെടുത്തി എന്നുള്ളതാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചെയ്തത് എന്താണ്? അവർണ കവികളെ മുഴുവൻ പുറന്തള്ളി. ഇതാണ് സവർണറുടെ പ്രത്യയശാസ്ത്രവും അവർണറുടെ വിമോചനാത്മകമായ പ്രത്യയശാസ്ത്രം എങ്ങനെയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്താണ്? കവിരാമായണമാണ്. സരസകവി മൂലൂര് സവർണരെ പുറന്തള്ളാനല്ല ശ്രമിച്ചത്, അവർണരെ ഉൾക്കൊള്ളുകയും സവർണരെ കൂടെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന വിമോചനാത്മകമായ ഒരു വഴിയാണ് ആര് സ്വീകരിച്ചത്? സരസകവി മൂലൂര് സ്വീകരിച്ചത്. ഇന്ത്യയിലെ സവർണ പ്രത്യയശാസ്ത്രം എന്താണ് എക്കാലവും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർണരെ മുഴുവൻ സമ്പൂർണമായി പുറന്തള്ളി സവർണർക്ക് മാത്രം ഭൂമിയും അധികാരവും പിടിച്ചൊതുക്കാനും അടക്കി ഭരിക്കാനുമുള്ള പ്രത്യയശാസ്ത്രമാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം, സവർണത എക്കാലവും ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ അടുത്തിടയിൽ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ഒരു വീഡിയോ പുറത്തു വന്നു. ആ വീഡിയോയിൽ ജയശങ്കർ പറയും, എനിക്കെതിരെയുള്ള ആക്രമണമാണ്. ഡോക്ടർ ശ്യാംകുമാർ ത്രേതായുഗത്തിലുണ്ടായ രാമനെ എല്ലാ കാര്യത്തിനും കുറ്റം പറയുന്നു. മധു മരിച്ചപ്പോൾ ശ്യാംകുമാർ മിണ്ടിയില്ല. അഭിമന്യുവിന്റെ മരണത്തിൽ ഉത്തരവാദികൾക്കെതിരെ ശ്യാംകുമാർ മിണ്ടിയില്ല. ഇങ്ങനെ കേരളത്തിൽ, ഇന്ത്യയിൽ ആദിവാസികളും ദളിതരും ക്രൂരമായ ഹിംസകൾ നേരിടുമ്പോൾ ഡോക്ടർ ശ്യാംകുമാറിനും സണ്ണിയം കവിക്കാടിനും അംബുജാക്ഷനും വായിൽ നാക്കില്ല എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത്. അഡ്വക്കേറ്റ് ജയശങ്കർ എൻ്റെ പത്രങ്ങളിൽ, ഞാൻ എഴുതുന്ന പത്രങ്ങളിലെ ലേഖനങ്ങളൊന്നും വായിക്കാറില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായം പറയുന്നത്. കേരളത്തിൽ കേരളീയം എന്ന് പറയുന്ന പരിപാടിയുടെ ഭാഗമായി ഇന്ന് ഒരു ആദിവാസികളെ ഷോക്കേസ് ചെയ്തുകൊണ്ടൊരു പരിപാടി നടന്നു. ആദിമോ എന്നായിരുന്നു അതിൻ്റെ പേര്. അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിനെ അനുകൂലിക്കുകയും അന്ന് ദേവസ്വം പട്ടികജാതി പട്ടികവർഗ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ അത് ശരിയായില്ല എന്ന് പറയുകയുണ്ടായി. പിറ്റേ ദിവസത്തെ സുപ്രഭാതം പത്രത്തിൽ ആദിമം എന്ന പരിപാടി നവകേരളത്തിന്റെ ദൃശ്യഹിംസയാണെന്ന് ഞാൻ ലേഖനം എഴുതുകയുണ്ടായി. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ദീപയുടെ നേതൃത്വത്തിൽ സാമൂഹ്യ നീതിക്കായിട്ട് വലിയ സമരം നടന്നു. തുടർച്ചയായി 2 എഡിറ്റോറിയൽ ലേഖനങ്ങൾ അന്ന് എഴുതി.
ഇങ്ങനെ കേരളത്തിൽ അനുദിനം ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങൾക്കും കേരളത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന പ്രമുഖങ്ങളായ പത്രമാധ്യമങ്ങളിൽ ദേശീയ തലത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഓൺലൈനും പ്രിന്റഡ് മീഡിയയിലും നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ടാണ് പറയുന്നത് ഇവരുടെ ആരുടെയും മരണത്തിൽ ആരാണ് പ്രതികൾ, ആ പ്രതികളെ പറ്റി ഒന്നും ശ്യാംകുമാറിന് മറുപടി ഇല്ല, അദ്ദേഹം മിണ്ടുന്നില്ല, എല്ലാത്തിന്റെ ഉത്തരവാദി രാമനാണെന്നാണ് പറയുന്നത്. ശരിയാണ്, എല്ലാത്തിന്റെ ഉത്തരവാദി രാമനാണ്. രാമൻ എന്ന് പറയുന്നത് ഒരു ബിംബം മാത്രമല്ല, ഒരു പ്രത്യയശാസ്ത്രമാണ് എന്നുള്ളത് കൊണ്ടാണ്. രാമനൊരു പ്രത്യയശാസ്ത്രമാണ്. ഇപ്പോഴും നോക്കൂ, ഇപ്പോഴും ഉത്തരേന്ത്യയില് രാമനവമി ദിവസം ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് എന്താണ് നടക്കുന്നത്? മുസ്ലിം പള്ളികളുടെ മുറ്റത്തുകൂടി റോഡുകളിൽ കൂടി ആയുധ പ്രദർശനം, വാളും പരിചയും തോക്കുമായിട്ടാണ് രാമനവമി ദിനത്തില് ഹിന്ദുത്വവാദികൾ ഘോഷയാത്ര നടക്കുന്നത്. എന്തിനാണ് ജയശ്രീരാം വിളിച്ചുകൊണ്ട് പള്ളിയുടെ മുമ്പിലൂടെ ഈ ആയുധങ്ങളുമായിട്ട് ഹിന്ദുത്വവാദികൾ സഞ്ചരിക്കുന്നത്? എന്തുകൊണ്ടാണ്? രാമൻ കഴിഞ്ഞുപോയ കാലമല്ല, വർത്തമാന കാലത്ത് ജീവിച്ചിരിക്കുന്ന ഹിംസാത്മകമായ പാടക്കോയ്മയാണ് ആര്? രാമൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് മുസ്ലിങ്ങൾക്കെതിരെ, ദളിതർക്കെതിരെ ഇപ്പോഴും ഒരാശയമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് മധുവിനെ കൊന്നതും ആര് തന്നെയാണ്? രാമന്റെ ബ്രാഹ്മണ്യ ഹിംസ തന്നെയാണ്. അത് ജാതിമതഭേദമന്യേ ഇന്ത്യയിലെ വ്യത്യസ്ത സമുദായങ്ങൾക്കിടയിൽ ഈ ബ്രാഹ്മണ്യ ബോധമുണ്ട്. അതിൽ നിന്ന് മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഒന്നും മുക്തരല്ല. നമ്മൾ വിചാരിക്കും ക്രിസ്ത്യാനിറ്റിയിൽ ജാതിയില്ല, ഇസ്ലാമിൽ ജാതിയില്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിൽ ജാതിയില്ല എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷേ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഈ വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിലെല്ലാം എന്തുണ്ട്? അവരുടെ ഇടയിലെല്ലാം ജാതിയുണ്ട്. സവർണർ എങ്ങനെയാണോ ഇന്ത്യയിലെ ദളിതരോടും ആദിവാസികളോടും പെരുമാറുന്നത്, ഏറിയോ കുറഞ്ഞോ ഇതേ രീതിയിൽ മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ടവരെല്ലാം ദളിതരോടും ആദിവാസികളോടും പെരുമാറുന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ കണ്ണടച്ചിരുന്നിട്ടൊന്നും കാര്യം, ഇതൊരു പരമമായ യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിലേക്ക് കടന്നു വന്ന ക്രിസ്ത്യാനിറ്റി ജാതി മേൽക്കോയ്മകളെ സ്വാംശീകരിക്കുക നിമിത്തമാണ് സിറിയൻ ക്രിസ്ത്യാനികളുടെ സംവർഗം രൂപപ്പെട്ടത്. അവർ അവകാശപ്പെടുന്നത് എന്താണ്? തങ്ങളെല്ലാം ബ്രാഹ്മണരുടെ പിന്തലമുറക്കാരാണെന്നാണ് ഈ ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്നത്. എന്തൊരു പരിഹാസ്യമായ ഒരു കാര്യമാണെന്ന് ആലോചിച്ചു. തങ്ങൾ ബ്രാഹ്മണരുടെ മക്കളാണെന്ന് ലജ്ജയില്ലാതെ പറയുക, അതൊരു നാണക്കേടാണെന്നല്ലേ വിചാരിക്കേണ്ടത്? അതൊരു അഭിമാനമായിട്ട് കൊണ്ടു നടക്കും. ഇതാണ് ആര്യൻ വംശീയത എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അവർ അവകാശപ്പെട്ട തങ്ങൾ ആര്യന്മാരുടെ തലമുറയാണ്, ആര്യന്മാരുടെ യഥാർത്ഥ ജീനുകൾ തങ്ങൾക്കാണ് എന്നാണ് ബ്രിട്ടീഷുകാർ അവകാശപ്പെട്ടത്. ഈ ആര്യൻ വംശീയത പല വിഭാഗങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് ഈ മതഭേദമന്യേ ദളിതരോടും ആദിവാസികളോടും അയിത്ത സമീപനം വർത്തമാനകാല കേരളത്തിൽ തുടരുന്ന. അതുകൊണ്ടാണ് ദളിത് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ വിഭാഗം തന്നെ നിലനിൽക്കുന്നത്. ക്രിസ്ത്യാനിറ്റിക്കകത്ത് ജാതി വേർതിരിവില്ലെങ്കിൽ എങ്ങനെ ദളിത് ക്രിസ്ത്യാനികൾ ഉണ്ടായി? അതുകൊണ്ടാണ് പൊയ്കയിൽ അപ്പച്ചൻ പാടിയത്, ഹിന്ദുമതത്തിൻ പുറവഴിയെ ഞങ്ങൾ അനാഥരെന്ന പോൽ സഞ്ചരിച്ചു, ക്രിസ്തുമതത്തിൻ പുറവഴിയെ ഞങ്ങൾ അനാഥരെന്ന പോൽ സഞ്ചരിച്ചു. ഹിന്ദുമതവും ക്രിസ്തുമതവും തങ്ങളെ ഉൾക്കൊണ്ടില്ല എന്നാണ് പൊയ്കയിലപ്പച്ചൻ പാടിയത്. അതുകൊണ്ടാണ് പൊയ്കയിലപ്പച്ചന് ഇതിലൊന്നും ചേരാത്ത വിമോചനാത്മകമായ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സൃഷ്ടിക്കേണ്ടി വന്നത്. കാരണം ഹിന്ദുമതവും ക്രിസ്തുമതവും ആരെ ഉൾക്കൊള്ളുന്നില്ല? ഇന്ത്യയിലെ ദളിതരെ ഉൾക്കൊള്ളുന്നില്ല എന്ന് ആഴത്തിൽ മഹാചിന്തകനായ പൊയ്കയിലപ്പച്ചൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ പാടി പറഞ്ഞു വന്നത്, വർത്തമാനകാല കേരളത്തിൽ ദളിതർക്കും ആദിവാസികൾക്കും എതിരായി മറ്റു വിഭാഗത്തിൽപ്പെട്ട മതഭേദമന്യേ ജാതിഭേദമന്യേ ദളിതർക്കെതിരായ ആക്രമണങ്ങളുടെ അടിസ്ഥാന പ്രത്യയശാസ്ത്രം എന്താണ്? അത് രാമനും ബ്രാഹ്മണ്യ പ്രത്യയശാസ്ത്രവും തന്നെയാണ് എന്നുള്ളതാണ് സംശയരഹിതമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുക. രണ്ടാമത്തെ ആരോപണം, ജയശങ്കർ പറഞ്ഞ രണ്ടാമത്തെ ആരോപണം, സണ്ണിയം കവിക്കാടും ഡോക്ടർ ശ്യാംകുമാറും അംബുജാക്ഷനുമെല്ലാം ജമാഅത്ത് ഇസ്ലാമിയുടെ പേറോളിലുള്ളവരാണ്. ഞാൻ സർക്കാർ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ജമാഅത്ത് ഇസ്ലാമി ഇഷ്ടം പോലെ കുറെ ഫണ്ട് വന്നായിരുന്നെങ്കിൽ ഈ പറയുന്ന രീതിയിൽ സർക്കാർ ജോലി ഉപേക്ഷിക്കാമായിരുന്നു. ആരെങ്കിലും കുറെ കെട്ടുകണക്കിന് പൈസ ആയിരുന്നുണ്ടെങ്കിൽ ഈ ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? ആ ഫണ്ട് മേടിച്ചിരുന്ന് വിമർശനം നടത്തിയാൽ പോരെ. ഈ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെയുള്ളവരുടെ ഈ വിമർശനത്തിന്റെ കാതൽ എന്താണെന്ന് ചോദിച്ചാൽ, ദളിതർക്ക് സ്വയം കർത്തൃത്വമില്ല, അവർക്ക് സ്വയം ചിന്തിക്കാൻ കഴിവില്ല, മറ്റാരുടെയെങ്കിലും ധനം വാങ്ങി മാത്രം ചിന്തിക്കാൻ കഴിവുള്ളവരാണ് ദളിതർ എന്ന് പറയുന്ന സവർണ ജാതി ബോധമാണ് അഡ്വക്കേറ്റ് ജയശങ്കറിനെ പിടിമുറുക്കിയിരിക്കുന്നത്.
അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറയുന്നത്. ദളിതർക്ക് സ്വയം ചിന്തിക്കാൻ കഴിവുള്ളവരല്ല. അവർ മറ്റാരെങ്കിലും പറയുമ്പോൾ ചിന്തിക്കുന്നവരാണ്. മറ്റാരെങ്കിലും പൈസ കൊടുക്കുമ്പോൾ മാത്രം ചിന്തിക്കാൻ കഴിവുള്ളവരാണ്. സ്വയം ആത്മപ്രചോദിതരായി ചിന്തിക്കാനോ പറയാനോ കഴിവുള്ളവരാണ് ദളിതർ എന്ന് അംഗീകരിക്കാൻ ആർക്ക് കഴിയുന്നില്ല? ഈ ജയശങ്കരാദി പ്രകൃതികൾക്ക് കഴിയുന്നില്ല. ഈ സവർണ ബോധമാണ് ആരിലും ഉള്ളത്? അടൂർ ഗോപാലകൃഷ്ണനിലും ഉള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് KSFDC ഫണ്ട് കൊടുക്കുമ്പോൾ ദളിതർക്ക് പ്രത്യേകമായി ട്രെയിനിങ് കൊടുക്കണമെന്ന് പറയുന്നത്. പ്രത്യേകമായി ട്രെയിനിങ് കൊടുക്കണം. നാഷണൽ ലെവലിൽ ഇതുപോലെ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അക്കാദമി, സിനിമ അക്കാദമി ഇതുപോലെ കൊടുക്കുന്നുണ്ട്. അത് പൊതു ഫണ്ട്, എല്ലാവർക്കും കൊടുക്കുന്ന ഫണ്ടാണ്. ആ ഫണ്ട് വാങ്ങുന്ന എല്ലാവർക്കും പ്രാക്ടീസ് കൊടുക്കണം എന്ന് ആര് പറയുന്നില്ല? അടൂര് പറയുന്നില്ല. കേരളത്തിൽ ദളിതർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് പ്രാക്ടീസ് കൊടുത്തേ പറ്റൂ. ഇതിന്റെ പേരാണ് ജാതി എന്ന് പറയുന്നത്. ജാതി. ആ പുഷ്പവതി ആരാണ്? അവരെ എനിക്ക് അറിയില്ലല്ലോ എന്നാണ് പറയുന്നത്. അറിയാനുള്ള ആഗ്രഹം അത് മനുഷ്യർക്ക് വേണം. പക്ഷെ ഈ ഫ്യൂഡൽ നാടുവാഴി ബാടമ്പികൾ ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ തങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു, ഇനി ഒന്നും അറിയേണ്ടതായിട്ടില്ല, തങ്ങൾ അറിവിന്റെ നിറകുടമാണ് എന്ന് പറയുന്ന ബാലിശമായ ബ്രാഹ്മണ്യ മൂല്യബോധമാണ് അടൂരിൽ നിലീനമായിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയും പറയുന്നത് അതുകൊണ്ടാണ്. ചാലയിലെ തൊഴിലാളികളെല്ലാം ന്യൂഡ് സീൻസ് കാണുന്നതിന് വേണ്ടിയിട്ടാണ് തിയേറ്ററുകളിലേക്ക് ഇരച്ചു കയറുന്നതെന്നാണ് അടൂരിന്റെ കണ്ടുപിടുത്തം. ഈ രാമായണവും മഹാഭാരതവും ഒക്കെ വായിച്ചു നോക്കണം, അപ്പൊ അറിയാം. സന്ധ്യയ്ക്ക് ചൊല്ലിക്കൊണ്ടിരുന്ന നാമസങ്കീർത്തനങ്ങൾ ഇത് വേണ്ടത്ര ഉണ്ടായിരുന്നു. പാലാഴി മംഗതൻ കൊങ്ക പുണരുന്ന കാർമുകിൽ വർണ്ണനെ കാണുമാറാകണം. എന്താണ് കൊങ്ക? ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇങ്ങനെ നാമസങ്കീർത്തനങ്ങളിൽ പോലും പരസ്യമായ അശ്ലീലം സന്ധ്യക്കിരുന്ന് ചൊല്ലിക്കൊണ്ടിരുന്നവരാണ് മലയാളികൾ. പെട്ടെന്ന് സിനിമയിൽ ഇത് വന്നപ്പോഴത്തേക്കും മലയാളികൾ വലിയ സദാചാരവാദികളായി മാറി. ജയദേവരുടെ ഗീതഗോവിന്ദം എന്താണ് അതിനകത്ത് പറയുന്നത്? കൃഷ്ണന്റെ ലീലാവിലാസങ്ങളല്ലേ പറയുന്നത്? അതല്ലേ സോപാന സംഗീതമായിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്? അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. അതൊക്കെ വളരെ സദാചാരപരം. ഈ ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ നീതിയുടെ ബോധത്തെ തലതിരിച്ചിട്ട് സാമൂഹ്യ അനീതിയെയും അസമത്വത്തെയും നമ്മുടെ സ്വാഭാവിക ബോധമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് KP രാമനുണ്ണിയെയും അഡ്വക്കേറ്റ് ജയശങ്കറിനെയും ബാധിച്ചിരിക്കുന്ന കോയിമ ബോധം എന്താണ്? അത് ഇന്ത്യൻ ബ്രാഹ്മണ്യമാണ്. അതുകൊണ്ടാണ് ഇവർക്കൊക്കെ രാമനും കൃഷ്ണനും വളരെ വേണ്ടപ്പെട്ടവരും ബാക്കിയുള്ളവരൊക്കെ കുറഞ്ഞ മനുഷ്യരുമായി പോകുന്നു. താണജാതിക്കാരെന്ന KP രാമനുണ്ണിയുടെ ഭാഷാ പ്രയോഗം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിലീനമായിരിക്കുന്നു. അദ്ദേഹം അത് കൊണ്ടു നടക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, അദ്ദേഹത്തിന്റെ എഴുത്തിൽ തെളിഞ്ഞിരിക്കുന്ന അത് ജാതിബോധമാണ് എന്നുള്ളതാണ് സംശയരഹിതമായിട്ടും പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഇങ്ങനെ ഉപസംഹരിക്കാം. KP രാമനുണ്ണിയുടെ ലേഖനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: കർക്കടക മാസത്തിലെ രാമായണ പാരായണം ഭരണഘടനാനുകൂലമായ പ്രവർത്തനമാണ്. ഭാവിയിൽ ചുട്ടരിക്കപ്പെടാൻ സാധ്യതയുള്ള ഭരണഘടന സംരക്ഷിക്കാനുള്ള പ്രവർത്തനമാണ് കർക്കടക മാസത്തിലെ രാമായണ പാരായണം എന്നാണ് ആര് പറഞ്ഞത്? KP രാമനുണ്ണി പറഞ്ഞത്. വസ്തുതാവിരുദ്ധവും ചരിത്രവിരുദ്ധവുമായ പ്രസ്താവനയാണ്. എഴുത്തച്ഛന്റെ രാമായണം എന്ന് പറയുന്ന അടിസ്ഥാനപരമായി ഭരണഘടനയ്ക്കെതിരായ പുസ്തകമാണ്. രാമായണത്തിൽ എന്തില്ല? സ്വാതന്ത്ര്യമോ സമത്വമോ സാഹോദര്യമോ ഇല്ല. രാമനുണ്ണി പ്രഖ്യാപിക്കുന്നത് സർവചരാചര സമത്വമാണ് എഴുത്തച്ഛന്റെ രാമായണത്തിൽ പറയുന്നതെന്ന്. സർവചരാചര സമത്വം പറയുന്ന രാമായണത്തിൽ അച്ഛന്റെ ഇച്ഛയാണ് അമ്മയുടെ ഇച്ഛ എന്ന് പറഞ്ഞാൽ സമത്വം ഉണ്ടോ അവിടെ? എന്തുകൊണ്ടാണ് അമ്മയുടെ ഇച്ഛ അച്ഛൻ്റെ ഇച്ഛയാണെന്ന് ഒരു വരി നിങ്ങൾക്ക് രാമായണത്തിൽ കാണാൻ കഴിയില്ല? ഇതാണ് പുരുഷ മേധാവിത്വം, ത്രൈവർണിക പുരുഷാധിപത്യം എന്ന് പറയുന്നത്. ഇങ്ങനെ രാമായണത്തിൽ ഇല്ലാത്തതെല്ലാം രാമായണത്തിലേക്ക് ആരോപിക്കുകയാണ് ആര് ചെയ്യുന്നത്? KP രാമനുണ്ണി ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം എഴുത്തുകൾക്കെതിരെ ജനാധിപത്യപരമായ സംവാദം രൂപപ്പെട്ടേ മതിയാവും. യഥാർത്ഥത്തിൽ നവോത്ഥാന കാലം എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ഒരു സാമൂഹ്യ പരിഷ്കരണത്തിന്റെ കാലഘട്ടത്തിൽ സ്വതന്ത്ര സമുദായം എന്ന ഗ്രന്ഥം എഴുതിയ ഈ മാധവൻ സ്വതന്ത്ര സമുദായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഹിന്ദുക്കളുടെ വേദാന്തങ്ങളും പുരാണാദി ചപ്പുചവറുകളുമെല്ലാം അവർണരെ വെറും പട്ടികളെക്കാൾ നികൃഷ്ടരാക്കുവാനല്ലാതെ മറ്റെന്തിനാണ് ഉപകരിച്ചിട്ടുള്ളത്?
ഹിന്ദുക്കളുടെ പുരാണാദി ചപ്പുചവറുകളെല്ലാം അവർണരെ വെറും പട്ടികളെക്കാൾ നികൃഷ്ടരാക്കുവാനല്ലാതെ മറ്റെന്തിനാണ് ഉപകരിച്ചിട്ടുള്ളത്? ചോദിച്ചതാരാണ്? സ്വതന്ത്ര സമുദായം എഴുതിയ ഈ മാധവൻ. നാരായണ ഗുരുസ്വാമികൾ സ്വന്തം ശിഷ്യനോട് പറഞ്ഞു, രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകന്റെ ഗതിയാകുമായിരുന്നു. രാമൻ ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് സന്യസിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത്. പോത്തേരി കുഞ്ഞമ്പു, സരസ്വതി വിജയ എഴുതിയ പോത്തേരി കുഞ്ഞമ്പു വക്കീൽ എഴുതി അധ്യാത്മരാമായണ നിരൂപണം. കേരള കൗമുദിയുടെ മഹാനായ പത്രാധിപർ സി വി കുഞ്ഞിരാമൻ പിന്നീട് പറഞ്ഞു, പോത്തേരി കുഞ്ഞമ്പുവിന്റെ അധ്യാത്മരാമായണ നിരൂപണം കേരളത്തിൽ വലിയ സ്ഫോടനം സൃഷ്ടിച്ചു എന്നാണ്. കോട്ടയത്ത് തിരുനക്കര മൈതാനിയിൽ SNDPയുടെ വിശേഷ യോഗം നടന്നു. ആ യോഗത്തിൽ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ പങ്കെടുത്തിരുന്നു. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യക്ക് കോൺഗ്രസിലും ഹിന്ദു മഹാസഭയിലും ഒരുപോലെ അംഗത്വം ഉണ്ടായിരുന്നു. മദൻ മോഹൻ മാളവ്യ ഈഴവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും രാമനാമം ജപിക്കണം, നിങ്ങളെല്ലാവരും രാമനാമം ജപിക്കണം. ആ വേദിയിൽ ഉണ്ടായിരുന്ന സഹോദരൻ അയ്യപ്പനും പണ്ഡിറ്റ് CO കരുണാകരനും വേദിയിൽ എഴുന്നേറ്റ് നിന്ന് രാവണ കീ ജയ് വിളിച്ചു. രാവണ കീ ജയ് വിളിച്ചു, അല്ല രാമനാമം ജപിച്ചില്ല. മാളവ്യ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഒരു ലേഖനം എഴുതി സഹോദരൻ അയ്യപ്പൻ. ആ ലേഖനത്തിൽ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, ജോർജ് രാജ്യത്തിന് പകരം രാമരാജ്യം വന്നാൽ പണ്ഡിറ്റും മറ്റും നാക്കറുക്കലും ഈ ഒരിക്കലും തുടരുവാൻ മടിക്കയില്ലെന്നുള്ളതല്ലാതെ ഈ രാമനാമ ജപം കൊണ്ട് എന്തു കാര്യം? ജോർജ് രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ പറ്റിയാണ് പറയുന്നത്. ആ ബ്രിട്ടീഷ് ഭരണം പോയിട്ട് രാമരാജ്യം വന്നാൽ എന്ത് സംഭവിക്കും? ഈ പണ്ഡിറ്റും മറ്റും ദളിതരുടെയും ആദിവാസികളുടെയും ശൂദ്രരുടെയും നാക്കറുക്കും. അതല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാനവവിഭവശേഷി മന്ത്രാലയം പാർലമെന്റിൽ വെച്ച കണക്ക് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ IITകളിൽ 6049 അധ്യാപക സ്ഥിതികളിൽ 121 പേരൊഴിച്ച ബാക്കി മുഴുവൻ സവർണരാണ്. അങ്കുൽ പലിവാളിന്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിലെ 97% അധ്യാപക സ്ഥിതികളിലും വരേണ്യ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ അധ്യാപകര്. കേരളത്തിലെ 50-ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പട്ടികജാതിക്കാരെ കാണണമെങ്കിൽ മഷിയിട്ട് നോക്കണം, നോക്കിയാൽ പോലും കാണില്ല. കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ള കോളേജുകളിലും സ്കൂളുകളിലും ദളിതരുടെ ആദിവാസികളുടെ പ്രാതിനിധ്യം വട്ടപൂജ്യമാണ്. ഇന്ത്യൻ സുപ്രീം കോടതി നിലവിൽ വന്നിട്ട് 7 പതിറ്റാണ്ടുകൾ പൂർത്തിയാകുന്നു. അതിൽ 282ഓളം സുപ്രീം കോടതി ജഡ്ജിമാരുണ്ടായിട്ടുണ്ട്. അതിൽ 252 പേരും സവർണരാണ്. എന്താണ്? ദളിതരും ആദിവാസികളും പിന്നോക്കക്കാരും വക്കീൽ പണിക്ക് പോകാത്തതുകൊണ്ടാണ്, അവരാരും LLB പാസ്സാകാത്തത് കൊണ്ടാണ്. പക്ഷേ അവരെ എല്ലാം പുറത്തു നിർത്തുന്ന ഒരു ബ്രാഹ്മണ്യ സമീപനം നമ്മുടെ സുപ്രീം കോടതിയെ പോലും ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതെല്ലാം തെളിയിക്കുന്നത്. അപ്പൊ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞ യാഥാർത്ഥ്യമല്ലേ? അതിപ്പോഴും തുടരുന്നു. ഈ തൃശ്ശൂരല്ലേ ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന സ്ഥലത്ത് കൂടൽമാണിക്യം ക്ഷേത്രം. ആ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകക്കാരനായിട്ട് ആർക്ക് പ്രവേശനമില്ല? ഒരു ഈഴവന് പ്രവേശനമില്ല. ഈ ഇരിങ്ങാലക്കുടയിലല്ലേ ഒരു എമ്പ്രാന്തിരി, കറുത്ത എമ്പ്രാന്തിരി പൂജിച്ച സ്ഥലത്ത് ആ കറുത്ത എമ്പ്രാന്തിരിയെ ഒരു സവർണ സ്ത്രീ വിളിച്ച എന്താണ്? പൂണൂലിട്ട പുലയൻ എന്നാണ്. പുലയൻ എന്ന് വിളിക്കുന്ന കേട്ടോ, പൂണൂലിട്ട പെലയൻ എന്നാണ് വിളിച്ചത്. ആ ഭാഷാ പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. പൂണൂലിട്ട പെലയൻ എന്നാണ് വിളിച്ചത്. എത്രമാത്രം ജാതിഹിംസയാണ്. അപ്പോഴാണ് KP രാമനുണ്ണി ബ്രഹ്മജ്ഞാനത്തെ പറ്റി പറയുന്നത്. എന്ത് ബ്രഹ്മജ്ഞാനം? ഈ ബ്രഹ്മജ്ഞാനം എന്നൊക്കെ പറഞ്ഞ തട്ടിപ്പാണ്. നാരായണ ഗുരുസ്വാമികൾ ഈ ബ്രഹ്മജ്ഞാനത്തെ ഒന്നും അംഗീകരിച്ചിരുന്നില്ല. ഗുരുസ്വാമികൾ പറയും, മനുഷ്യാണ മനുഷ്യത്വം ജാതൃഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേത്തി കോപിന. യഥാ ഗവാം ഗോത്വം, എപ്രകാരമാണോ പശുവിന് പശുത്വം, തഥാ അപ്രകാരം മനുഷ്യാണ മനുഷ്യത്വം ജാതി, മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി, അത് ഏകജാതിയാണ്. ന ബ്രാഹ്മണാതിരസ്യൈവം, ബ്രാഹ്മണാദി ഭേദങ്ങൾ നിലനിൽക്കുന്നില്ല. ഹാ തത്വം വേത്തി കോപിന, ഈ തത്വം ആരും അറിയുന്നില്ലല്ലോ. മനുഷ്യരെല്ലാരും ഒന്നാണെന്ന തത്വം ആരും അറിയുന്നില്ലല്ലോ എന്നാണ് ഗുരുസ്വാമികൾ ദുഃഖിച്ചത്, ആകുലപ്പെട്ടത്. പറഞ്ഞു വന്നത്, കേരളത്തിന്റെ അറിവൊളി പ്രസ്ഥാനം, കേരളത്തിന്റെ ജ്ഞാനോദയ പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന നവോത്ഥാന പ്രസ്ഥാനം ഈ രാമായണ പാഠങ്ങളെ, രാമായണത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങളെ നിരാകരിക്കുക ചെയ്തത്. നാരായണ ഗുരുസ്വാമികളും സഹോദരൻ അയ്യപ്പനും പോത്തേരി കുഞ്ഞമ്പുവും ഒക്കെ നിരസിച്ച രാമായണത്തെ 2025 മലയാളിയുടെ സമൂഹ ബോധ മനസ്സിൽ അടിച്ചേൽപ്പിക്കാനാണ് രാമനുണ്ണി പ്രകൃതികൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നാരായണ ഗുരുവിനെയും ഡോക്ടർ BR അംബേദ്കറും
പൊയ്കയിൽ അപ്പച്ചനും അംഗീകരിക്കാത്ത രാമായണത്തെയും രാമനെ ഞങ്ങൾ അംഗീകരിക്കണമെന്ന് രാമനുണ്ണി 10,000 ലേഖനം എഴുതിയാലും ഞങ്ങൾ അംഗീകരിക്കില്ല, സമ്മതിക്കില്ല. കാരണം നാരായണ ഗുരുവും പൊയ്കയിൽ അപ്പച്ചനും ഡോക്ടർ BR അംബേദ്കറും ഞങ്ങളെ പഠിപ്പിച്ചത് രാമനെയും രാമായണത്തെയും തലയിൽ താങ്ങി നടക്കാനല്ല അംബേദ്കർ ഞങ്ങളെ പഠിപ്പിച്ചത്. അംബേദ്കർ പറഞ്ഞു, 1956 ബുദ്ധമതം സ്വീകരിച്ചുകൊണ്ട് നടത്തിയ പ്രഭാഷണത്തിൽ അംബേദ്കർ പറഞ്ഞു, ഞാൻ ഇനി മുതൽ ബ്രാഹ്മണ ദൈവങ്ങളെ ആരാധിക്കില്ല, രാമനെയോ കൃഷ്ണനെയോ സരസ്വതിയോ ദുർഗയോ ഞങ്ങൾ ആരാധിക്കില്ല, പിതൃബലി നടത്തില്ല എന്നാണ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത്. കാരണം ഈ ദൈവങ്ങളെല്ലാം അടിസ്ഥാനപരമായി പൂണൂലിട്ട ദൈവങ്ങളാണ്. നമ്മുടെ ദൈവങ്ങൾ ആരെങ്കിലും പൂണൂലിട്ടതാണ്? നമ്മുടെ ദൈവങ്ങൾക്കൊന്നും പൂണൂലില്ല. ഈ പൂണൂലിട്ട ദൈവങ്ങളെ തൊഴാൻ പോയുള്ള അവസ്ഥ എന്താണ്? നമ്മൾ യഥാർത്ഥത്തിൽ തൊഴുന്നത് നമ്പൂതിരിയെ തന്നെയാണ് എന്നുള്ളതാണ്. നമ്പൂതിരിയെ തന്നെയാണ് തൊഴുന്നത്. അതുകൊണ്ട് പൂണൂലിട്ട ദൈവങ്ങളെ ക്ഷേത്രത്തിൽ പോയി തൊഴുന്ന കാലത്തോളം ഇന്ത്യയിലെ ദളിത് ജനതയ്ക്ക് വിമോചനം ഉണ്ടാവില്ല. ഇന്ത്യയിലെ ദളിത് ജനതയ്ക്ക് വിമോചനം ഉണ്ടാകണമെങ്കിൽ പൂണൂലിട്ട ബ്രാഹ്മണ ദൈവങ്ങളെ കുമ്പിടുന്ന പരിപാടി അവസാനിപ്പിക്കണം. അതാ ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി അതാണ്. ഡോക്ടർ BR അംബേദ്കർ പറയുന്നുണ്ട്, എങ്ങനെയാണ് ബ്രാഹ്മണിസം നിലനിൽക്കുന്നത്? വേദങ്ങളിലുള്ള വിശ്വാസം, കർമ്മത്തിലുള്ള വിശ്വാസം, പുനർജന്മത്തിലുള്ള വിശ്വാസം, ആത്മാവിലുള്ള വിശ്വാസം, ഇത്തരത്തിലുള്ള വിശ്വാസ പരമ്പരകളിലൂടെയാണ് ബ്രാഹ്മണിസം ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്നത് എന്ന് ഡോക്ടർ BR അംബേദ്കർ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ബ്രാഹ്മണിസത്തെ ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വേദങ്ങളിലുള്ള വിശ്വാസം ഉപേക്ഷിക്കണം, കർമ്മത്തിലുള്ള വിശ്വാസം ഉപേക്ഷിക്കണം, പുനർജന്മത്തിലുള്ള വിശ്വാസം ഉപേക്ഷിക്കണം, പൂണൂലിട്ട ദൈവങ്ങളുള്ള വിശ്വാസം ഉപേക്ഷിക്കണം. ഇത്തരം വിശ്വാസങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ആധുനിക ജനാധിപത്യ മൂല്യബോധങ്ങളിലേക്ക് നടന്നു കയറുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ KP രാമനുണ്ണിയെ പോലെയുള്ള ആളുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഹിന്ദുത്വത്തെ കേരളത്തിൽ അരിയിട്ട് വാഴിക്കാനുള്ള പരിപാടിയിലാണ് രാമനുണ്ണി പ്രകൃതികൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ ലേഖനങ്ങൾ ചാണകക്കുഴിയിലേക്ക് തുറന്നിട്ടിരിക്കുന്നു. ഹിന്ദുത്വത്തിലേക്ക് തുറന്നിട്ടിരിക്കുന്ന ലേഖനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ രാമനുണ്ണി പ്രകൃതികളുടെ ലേഖനം എന്നുള്ള അതിശക്തമായ വിമർശനമാണ് ഇവിടെ മുന്നോട്ട് വെക്കാനായിട്ടുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് ഈ കെമിസ്ട്രിയിലെ കരിക്കുലത്തെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ, സരസ്വതിയുടെ ചിത്രത്തോടുകൂടിയാണ് ഈ കരിക്കുലം ആരംഭിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന മതേതരത്വത്തിൽ അധിഷ്ഠിതമാക്കിയ ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന. സെക്കുലറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഇന്ത്യൻ ഭരണഘടന നമുക്ക് എന്ത് നൽകുന്നു? സ്വാതന്ത്ര്യം നൽകുന്നു. നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു, സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന്. നിങ്ങളുടെ മതവിശ്വാസം ഏത് തന്നെയായാലും, നിങ്ങൾ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ലെങ്കിലും സാഹോദര്യത്തോട് ഒരുമിച്ച് കഴിയുന്നതിന് വിശ്വാസവും വിശ്വാസമില്ലായ്മയും തടസ്സമല്ല എന്നാണ് നാരായണ ഗുരുസ്വാമികൾ കേരളത്തെ, ഇന്ത്യയെ പഠിപ്പിച്ചത്. പക്ഷേ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ദൈവത്തെ ഒരു കരിക്കുലത്തിന്റെ പേജിന്റെ ഏറ്റവും ഫ്രണ്ടിൽ പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത് എന്താണ്? സരസ്വതി എല്ലാവരുടെയും ദൈവമാണോ? സരസ്വതി എല്ലാവരുടെയും ദൈവമല്ല. ഇന്ത്യയിലെ ആദിവാസികളുടെ ദൈവമാണോ സരസ്വതി? ഇന്ത്യയിലെ ആദിവാസികൾക്ക് സരസ്വതി എന്ന് പറഞ്ഞ ദൈവം ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ ദളിതരുടെ ദൈവമാണോ സരസ്വതി? അല്ല. ഇന്ത്യയിലെ ദളിതർക്ക് വിദ്യാഭ്യാസ അവകാശം, വിദ്യാധികാരം നേടിത്തന്നത് ആരാണ്? സരസ്വതിയാണോ? അല്ല. ഇന്ത്യയിലെ ദളിതർക്ക്, ആദിവാസികൾക്ക്, പിന്നോക്കക്കാർക്ക് വിദ്യാധികാരം നേടിക്കൊടുത്തത് മഹാത്മാ ഫൂലെയും മഹാത്മാ അയ്യങ്കാളിയും പൊയ്കയിൽ അപ്പച്ചനും നാരായണ ഗുരുവും ഡോക്ടർ BR അംബേദ്കറുമാണ്. പോരാടി സമരം ചെയ്ത് നേടിയെടുത്തതാണ്. പോരാടി നേടിയതാണ് വിദ്യാഭ്യാസം. അല്ലാതെ തപസ് ചെയ്തപ്പം, ഇന്ത്യയിലെ ദളിതര് തപസ് ചെയ്തപ്പോൾ കണ്ണു തുറന്നപ്പോൾ സരസ്വതി മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അനുഗ്രഹിച്ചിട്ട് കിട്ടിയതല്ല വിദ്യാഭ്യാസം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ടാണ് ദളിത് വൈസ് ചാൻസലർമാരുണ്ടാകാത്തത്? മഹാലക്ഷ്മിയാണല്ലോ പ്രധാനപ്പെട്ട ദൈവം. എന്നിട്ട് എന്തുകൊണ്ടാണ് ദാരിദ്ര്യത്തിന്റെ കണക്കെടുക്കുമ്പോൾ ഇന്ത്യ ഇപ്പോഴും ദാരിദ്ര്യത്തിന്റെ പട്ടികയിൽ ഏറ്റവും പിറകിലാണല്ലോ, അല്ല ഏറ്റവും മുൻപന്തിയിലാണല്ലോ ദാരിദ്ര്യത്തിന്റെ കണക്കെടുക്കുമ്പോൾ? ആ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആരാണ്? ദളിതരും ആദിവാസികളും തന്നെയാണ് ഭീകരമായ ദാരിദ്ര്യം അനുഭവിക്കുന്നത് ഇപ്പോഴും ഇന്ത്യയിൽ. എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ജാതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ദാരിദ്ര്യത്തിന്റെ മാനദണ്ഡം എന്താണ്? ജാതിയാണ്. നിങ്ങൾ ഒരു പ്രത്യേക ജാതിയിൽ ജനിച്ചാൽ ദാരിദ്ര്യം അനുഭവിക്കാൻ ബാധ്യതപ്പെട്ടവരാകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് സമൂഹത്തിൽ ജാതി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
വളരെ ആഴത്തിൽ നമ്മുടെ സമൂഹത്തിൽ ജാതി പ്രവർത്തിക്കുന്ന ഒരു വശം ഇങ്ങനെയാണ്. മഹാലക്ഷ്മി ഉണ്ടായിട്ടും ഇന്ത്യയിലെ ദളിതരും ആദിവാസികളും സാമ്പത്തിക ഉന്നമനം വന്നില്ല. ത്രൈവർണ്ണിയർക്ക് മാത്രമാണ് സമ്പത്ത് കിട്ടിയത്, ഭൂമി കിട്ടിയത്. എല്ലാവർക്കും ഭൂമി കിട്ടിയോ? ഭൂമി കിട്ടിയില്ല. ഈ ദൈവങ്ങളെല്ലാം ഉണ്ടായിട്ടും ഇന്ത്യയിലെ ദളിതരും ആദിവാസികൾ ഇതുവരെ രക്ഷപ്പെട്ടില്ല. അപ്പൊ ദൈവങ്ങൾ നമ്മളെ അനുഗ്രഹിച്ചോ? ഇല്ല. അയ്യങ്കാളിയും പൊയ്കയിൽ അപ്പച്ചനും ഒക്കെ ഉള്ളതുകൊണ്ട് ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ അതിസാഹസികമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു ഭരണഘടന ഉള്ളത് കൊണ്ടാണ് ഇന്ത്യയിലെ ദളിത പിന്നോക്ക ജാതി വിഭാഗങ്ങൾക്ക് ആത്മാഭിമാനത്തോടെ ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയുന്നത്. എന്നിട്ട് പോലും അടുത്തിടെയാണ് ഗുജറാത്തില് ദളിത് സമൂഹത്തിൽപ്പെട്ട ഒരു ഗ്രാമത്തിൽ ദളിത് സമൂഹത്തിൽപ്പെട്ടവർക്ക് മുടിവെട്ടാൻ കഴിഞ്ഞത് ഈ അടുത്തിടെ. ഈ രീതിയിലാണ് നമ്മുടെ രാജ്യം ഇപ്പോഴും. കേരളത്തിൽ പ്രത്യക്ഷമായിട്ട് നമ്മൾ ജാതി കാണുന്നില്ലെങ്കിലും പരോക്ഷമായിട്ട് അതിഹിംസാത്മകമായിട്ട് ജാതി നിലനിൽക്കുന്നുണ്ട്. ഹിംസാത്മകമായ ജാതി നിലനിൽക്കുന്നുണ്ട്. മറ്റുള്ളവരെ, ദളിതരെ ആദിവാസികളെയും പുറന്തള്ളുന്ന ഒരു വ്യവസ്ഥാക്രമം നമ്മുടെ അക്കാദമികളിലെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. അക്കാദമികളിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് പേരിടുമ്പോൾ സവർണറുടെ പേര് മാത്രമാണ് വരുന്നത്. ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക്, ഒരു ലൈബ്രറിക്ക്, ഗ്രന്ഥശാലയ്ക്ക് പേരിടുമ്പോൾ ഏത് പേരാ? അതെല്ലാം സവർണറുടെ പേരാണ്. പണ്ഡിറ്റ് കറുപ്പൻ, ജാതിക്കുമ്മ എഴുതിയ പണ്ഡിറ്റ് കറുപ്പൻ, അദ്ദേഹത്തിന് വേണ്ടത്ര ആദരവ് ലഭിച്ചിട്ടുണ്ടോ കേരള സമൂഹത്തിൽ? സഹോദരൻ അയ്യപ്പന് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരള സമൂഹം ആദരവ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. സഹോദരൻ അയ്യപ്പൻ ജീവിച്ച നാട്ടിൽ, ആ ജീവിച്ച നാട്ടിലെ പാലത്തിന്റെ പേര് ഗോശ്രീ പാലം എന്നാണ്. ആ ഗോശ്രീ എന്നുള്ള പേര് മാറ്റണ്ടേ? പശുവിന്റെ പേരില്ല പാലം. സഹോദരൻ അയ്യപ്പന്റെ പേരാണ് ആ പാലത്തിന് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത്. എന്തുകൊണ്ടത് സാധിക്കുന്നില്ല? കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കി മാറ്റിയത് ആരാണ്? സഹോദരൻ അയ്യപ്പനെ പോലുള്ള ആളുകളാണ്. ആ സഹോദരൻ അയ്യപ്പൻ ഇപ്പോഴും കേരള സമൂഹത്തിൽ ലഭിക്കേണ്ട ആദരവ് ലഭിച്ചിട്ടില്ല. ഉന്നതനായ ശാസ്ത്രചിന്തകൻ, യുക്തിവാദി, മനുഷ്യസ്നേഹി, പ്രാതിജനാധിപത്യത്തിന്റെ മുന്നണി പോരാളി, മന്ത്രിയായിരുന്നു, സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആർഷത്തിന്റെ ചവിട്ടേറ്റ് ജനിഞ്ഞുള്ള ജനാവലി അസ്വതന്ത്രേന്ത്യയിൽ സ്വന്തം സ്വാതന്ത്ര്യം കണ്ടുമുട്ടിനാർ. ആർഷത്തിന്റെ ചവിട്ട്, ആർഷഭാരത ധർമ്മം എന്ന് പറഞ്ഞാൽ വലിയ സംസ്കാരമാണെന്നാ പറയുന്നത്. അയ്യപ്പൻ പറഞ്ഞു, ഈ ആർഷഭാരതത്തിന്റെ സംസ്കാരം ഏറ്റിട്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഞെരിഞ്ഞമരുന്നതെന്നാണ്. അംബേദ്കർ എന്ന തന്നാമ ചതുരക്ഷരി മന്ത്രമായി ജപിക്കും നന്ദി തിങ്ങുന്ന ഹൃത്തഴും ഭാവി ഭാരതം. ഭാവിയുടെ ഇന്ത്യ അംബേദ്കറെ വെളിച്ചമായി കാണുന്ന ഒരു കാലം വരും എന്ന് സഹോദരൻ അയ്യപ്പൻ പാടി. സഹോദരൻ അയ്യപ്പൻ പാടി. കേരളത്തിൽ ഒരു മനുഷ്യരും അത്തരത്തിൽ ദീർഘദർശനത്തോടെ ഒരു കവിത എഴുതിയിട്ടില്ല. അയ്യപ്പൻ പറഞ്ഞു, മറ്റുള്ള മനുഷ്യരെ താണവരാക്കി നിർത്തി മുറ്റുമേ സ്വാർത്ഥം കാണാൻ ബ്രാഹ്മണൻ പണിതുള്ള സ്വാർത്ഥ മതത്തിന്റെ പേരാണ് ഹിന്ദു മതം എന്ന പരിവർത്തനം എന്ന കവിതയിൽ അയ്യപ്പൻ എഴുതി. അയ്യപ്പൻ പറഞ്ഞു, മാനത്തെ നോക്കുകിലും ആദായം നോക്കുകിലും മാനമുള്ളവർ പേറുമോ ഹിന്ദുത്വത്തെ. അഭിമാനമുള്ള മനുഷ്യരാരെങ്കിലും ഹിന്ദുത്വം തലയിൽ താങ്ങിക്കൊണ്ട് നടക്കുമോ എന്നാണ് അയ്യപ്പൻ ചോദിച്ചത്. ഹിന്ദുത്വം എന്ന പദം മലയാളത്തിൽ ഏറ്റവും ആദ്യം പ്രയോഗിക്കുന്ന ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ ആദ്യമായിട്ട് പറയുന്നത്. നിരീക്ഷണവും യുക്തിയധിഷ്ഠിതമായ ചിന്തന ഉയർത്തിപ്പിടിക്കണമെന്ന് അയ്യപ്പൻ പറഞ്ഞു. ഡോക്ടർ മീരാനന്ദയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഇതായിരിക്കണം മർദ്ദിത ജനവിഭാഗങ്ങളുടെ സമരപാത. നിരീക്ഷണവും യുക്തിയധിഷ്ഠിതമായ ചിന്തനവുമായിരിക്കണമെന്ന് ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ ഡോക്ടർ മീരാനന്ദ അവരുടെ പ്രോഫിറ്റ് ഫേസിംഗ് ബാക്ക്വേർഡ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, ഈ കെമിസ്ട്രിയുടെ കരിക്കുലത്തിലൂടെ UGC അവതരിപ്പിക്കുന്ന എന്താണ്? ഹിന്ദുരാഷ്ട്രം നമ്മളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദുരാഷ്ട്രം നമ്മളെ വിഴുങ്ങുക. ഹിന്ദുരാഷ്ട്രത്തിന്റെ വിഴുങ്ങലാണ് ഈ കാണുന്നത് സരസ്വതിയായി. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ആരാധനാ ദൈവമാണോ സരസ്വതി? അല്ല. ക്രിസ്ത്യാനികളുടെ ആരാധന ദൈവമാണോ സരസ്വതി? വ്യത്യസ്ത ജാതിയിൽപ്പെട്ട മതത്തിൽപ്പെട്ട ഒരു രാജ്യത്ത് സരസ്വതിയെ നമ്മൾ ഒരു കരിക്കുലത്തിന്റെ ഏറ്റവും ഫ്രണ്ട് പേജിൽ ചിത്രമാക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ മതനിരപേക്ഷ ജനാധിപത്യത്തെ അട്ടിമറിക്കലും വെല്ലുവിളിക്കലുമാണ് എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഭരണഘടനയെ ബോംബിട്ട് തകർക്കുന്ന പരിപാടിയിലാണ് ഹിന്ദുത്വവാദികൾ ഏർപ്പെട്ടിരിക്കുന്നത്. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം.
ഇങ്ങനെ സരസ്വതിയെ വെച്ച് നമ്മുടെ വിദ്യാഭ്യാസ പോരാട്ടത്തെ തമസ്കരിക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ നടന്നു വരുന്നത്. നമ്മൾ അതുകൊണ്ട് പഞ്ചമിയേയും കൊണ്ട് അയ്യങ്കാളി നടത്തിയ വിദ്യാലയ പ്രവേശം കൂടുതൽ ശക്തമായി ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാലമാണ്. സരസ്വതിയെ വെച്ചിട്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസം സരസ്വതിയാണെന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം സരസ്വതി അല്ല, അയ്യങ്കാളിയാണെന്ന് കേരളീയ സമൂഹം പറയണം. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ രൂപവൽക്കരിച്ചത് ആരാണ്? പൊതുവിദ്യാഭ്യാസം നിർമ്മിച്ചെടുത്ത അയ്യങ്കാളിയാ. അതിനു മുമ്പ് പൊതുവിദ്യാഭ്യാസം എന്ന് പറഞ്ഞ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, ജാതി വിദ്യാഭ്യാസമായിരുന്നു. എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് അയ്യങ്കാളിയുടെ വരവോടുകൂടിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു രണ്ടാം വില്ലുവണ്ടി സമരം വേണ്ടിവരും, രണ്ടാം വില്ലുവണ്ടി സമരം നമ്മൾ നടത്തേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. കെമിസ്ട്രിയിൽ കെമിക്കൽ നോളജ് ഇൻ വേദാസ് എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്, ഈ ഒരു യൂണിറ്റ് ഉണ്ട്. ഇപ്പോൾ പുറത്തു വന്ന ഈ 300 പേജുള്ള യൂണിറ്റിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതിൽ കുണ്ടലിനി സങ്കല്പത്തെ പറ്റിയാണ് പറയുന്നത്. കെമിസ്ട്രിക്കാർ കുണ്ടലിനിയെ പറ്റി പഠിച്ചിട്ട് എന്ത് കാര്യം? കുണ്ടലിനിയെ എന്താ ഈ കുണ്ടലിനി? നമ്മുടെ നടുവിന്റെ ഇടയിൽ, നടുവിന്റെ ആ മൂലാധാരത്തിന്റെ ഭാഗത്ത് കുണ്ടലിനി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്നാണ് പറയുന്നത്. ഇതുവരെ ഈ ഡോക്ടർമാർ ഒരുപാട് ഓപ്പറേഷൻ ഒക്കെ നടത്തും, അവരാരും ഇതുവരെ ഇങ്ങനെ ഒരു സാധനം ഓപ്പറേഷൻ ചെയ്യപ്പോൾ കണ്ടിട്ടില്ല. അതിങ്ങനെ ഉയർന്നിങ്ങനെ മേളോട്ട് ഷടാധാരങ്ങളും ഭേദിച്ച് സഹസ്രാര പത്മത്തിൽ വന്നു കഴിയുമ്പോൾ ജ്ഞാനോദയം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഡോക്ടർ സി വിശ്വനാഥൻ ഇതിനെ വിളിക്കുന്ന പേര് മസ്തിഷ്ക മർദ്ദനം. ഒരു പ്രയോജനവും ഇല്ല, അവനവന്റെ തലയിലെ കോശം കുറെ കേടാകുമെന്നല്ലാതെ. സമാധാനത്തിന് യോഗ ചെയ്യുന്ന ആളുകളുണ്ട്. രാവിലെ കൈ തിരിച്ചു വളച്ചു ഒടിച്ച് വെറുതെ മുട്ടുകാലിന് ശസ്ത്രക്രിയ ചെയ്യാവുന്നല്ലാതെ യോഗ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ആ സമയത്ത് വല്ല ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നടക്കുന്ന മെഷീൻ മേടിച്ച് അതേ കുറച്ച് അരമണിക്കൂർ നടന്നാൽ പ്രയോജനം ഉണ്ടാവും. യോഗ ചെയ്ത് മുട്ടുകാൽ ഒടിക്കാവുന്നല്ലാതെ ഒരു പ്രയോജനവും ഇല്ല. ധ്യാനം ചെയ്താൽ സമാധാനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്ത് സമാധാനം? ഒരു സമാധാനവും കിട്ടത്തില്ല. നിങ്ങൾ കുറച്ചു നേരം ഈ ലോകത്തെ മറന്ന് കണ്ണടച്ചിരിക്കുന്നതിന്റെ പേര് സമാധാനം എന്നല്ല, അതിന്റെ പേര് നിങ്ങൾ ലോകത്തെ അഭിസംബോധന ചെയ്യുന്നില്ലെന്ന് അതിന്റെ അർത്ഥം. ലോകത്തെ അഭിസംബോധന ചെയ്താൽ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയത്തുള്ളൂ. അല്ല കണ്ണടച്ചിരുന്ന് ധ്യാനിച്ചാൽ എങ്ങനെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന്? ഇതൊക്കെ മനുഷ്യരെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. യോഗയാണെങ്കിലും മെഡിറ്റേഷൻ ആണെങ്കിലും ഒരു നിഷ്പ്രയോജനം. അതിനൊക്കെ ചെലവഴിക്കുന്ന പൈസ കൊണ്ട്, ചെലവഴിക്കുന്ന സമയം കൊണ്ട് ഒരു നല്ല നോവൽ വായിച്ച സന്തോഷം ഉണ്ടാകും, ഹാപ്പിനെസ് ഫീൽ ചെയ്യും. നോവൽ വായിക്കുക വേണ്ടത്. കണാദ മഹർഷിയുടെ അറ്റോമിക് തിയറി കെമിസ്ട്രിയിൽ കുട്ടികൾ പഠിക്കുക. കണാദ മഹർഷിയുടെ അറ്റോമിക് തിയറി. കണാദന്റെ കാലത്ത് എവിടുന്ന് അറ്റോമിക്? വേദങ്ങളിലെ ലോഹശാസ്ത്രം, വേദിക് മാത്തമാറ്റിക്സ്. എന്താണ് ഈ വേദിക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്? അത് വളരെ അടുത്ത കാലത്ത് ഒരു സന്യാസി ഉണ്ടാക്കിയ പരിപാടിയാണ്. ഇങ്ങനെ മനുഷ്യരെ പറ്റിക്കുകയാണ് പലതരത്തിലുള്ള കാര്യങ്ങൾ. വേദങ്ങളിൽ എവിടുന്ന ലോഹശാസ്ത്രം? വേദങ്ങളിൽ ലോഹശാസ്ത്രം ഉണ്ടാകുമായിരുന്നെങ്കിൽ ശരി, വേദങ്ങളിൽ ലോഹശാസ്ത്രം ഉണ്ടെന്ന് വിചാരിക്കുക. സത്യാർത്ഥ പ്രകാശത്തിൽ ദയാനന്ദ സരസ്വതി പറയുന്നത് ഋഗ്വേദത്തിൽ കമ്പിത്തപാലിനെ പറ്റി പരാമർശമുണ്ട്, ഋഗ്വേദത്തില് വെടിയുണ്ടയെ പറ്റി പരാമർശമുണ്ട്. എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. ഋഗ്വേദത്തിൽ വെടിയുണ്ടയെ പറ്റി പരാമർശമുണ്ടെങ്കിൽ ഈ ആര്യന്മാർ അമ്പും വില്ലുമായിട്ട് നടക്കുന്ന എന്തിനാണ്? റിവോൾവറായിട്ട് നടന്നുകൂടെ അവർക്ക്? ഋഗ്വേദത്തിൽ വെടിയുണ്ടയെ പറ്റി പരാമർശമുണ്ടെങ്കിൽ ഇങ്ങനെ മനുഷ്യരുടെ സാമാന്യ ബോധത്തെ തന്നെ പരിഹസിക്കുന്ന കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ ചാണകം കെമിസ്ട്രിയുടെ കരിക്കുലത്തിലും വേണ്ടത്ര നിറഞ്ഞു കഴിഞ്ഞു. ഈ ചാണകം പെറുക്കി മാറ്റാൻ ഇനി എത്ര കാലം വേണ്ടി വരുമെന്ന് അറിഞ്ഞുകൂടാ. സമൂഹത്തിന്റെ സമസ്ത രംഗങ്ങളിലും ചാണകം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ പദ്ധതി അടിമുടി ഗോഗവ്യം കൊണ്ട് നിറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വേദവ്യാസൻ, മനു, നാരദൻ, കൗടില്യൻ എന്നിവരെയാണ് ഇന്ത്യൻ ചിന്തകരായിട്ട് അടയാളപ്പെടുത്തുന്നത്. നോക്കൂ, എന്താണ് ചിന്ത? ആരാണ് ചിന്തകർ? എങ്ങനെയാണ് മനു ഒരു ചിന്തകനാകുന്നത്? വേദവ്യാസൻ എങ്ങനെയാണ് ചിന്തകനാകുന്നത്? എങ്ങനെയാണ് കൗടില്യൻ ചിന്തകനാകുന്നത്? ഇത് മുഴുവൻ പരിശോധിക്കണമെങ്കിൽ 2 മണിക്കൂർ പ്രഭാഷണം വേറെ നടത്തണം. കൗടില്യന്റെ കാര്യം മാത്രം പറയാം. അനുസരണയില്ലാത്ത പെണ്ണുങ്ങളെ മുളവടി കൊണ്ട് അടിച്ച് അനുസരണ പഠിപ്പിക്കണമെന്നാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത്. വലിയ ചിന്തകനാണ്. സ്ത്രീവിരുദ്ധനാണെന്നല്ലേ പറയേണ്ടത്? വലിയ ചിന്തകനാണ് പോലും. ഏഷ സ്ത്രീ ധർമ്മശ്ചതുർണ വർണ്ണാനാമാശ്രമണം എന്ന് തുടങ്ങുന്ന അർത്ഥശാസ്ത്രത്തില് ചാതുർവർണ്ണത്തെ ന്യായീകരിക്കുകയാണ് കൗടില്യൻ ചെയ്യുന്നത്. ചണ്ടാളന്മാര് ശ്മശാനത്തിന്റെ സമീപം അവർക്ക് ഗ്രാമം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് കൗടില്യൻ പറഞ്ഞിരിക്കുന്നത്.
ഈ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തെ പറ്റി ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ എന്ന് പറയുന്ന പുസ്തകത്തില് അമർത്യാസൻ പറയുന്നത് കൗടില്യന്റെ അർത്ഥശാസ്ത്രം ഒരു സെക്കുലർ ടെസ്റ്റ് ആണെന്ന്. അമർത്യാസന്റെ മറ്റു പല ഭാഗങ്ങളോടും നിരീക്ഷണങ്ങളോടും യോജിക്കാമെങ്കിലും അർത്ഥശാസ്ത്രം ഒരു സെക്കുലർ ടെസ്റ്റാണ് എന്നുള്ള അമർത്യാസന്റെ അഭിപ്രായം വിയോജിപ്പോടുകൂടി മാത്രമേ കാണാൻ കഴിയൂ. കാരണം അർത്ഥശാസ്ത്രം ഒരു സെക്കുലർ ടെസ്റ്റ് അല്ല, അത് ചാതുർവർണ്ണയത്തെ ഉറപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കൊമേഴ്സ്, ഇനി കൊമേഴ്സിന്റെ കരിക്കുലം നമ്മൾ അടുത്ത് പരിശോധിച്ചാലോ. കൊമേഴ്സിന്റെ കരിക്കുലത്തില് ധനവിനിയോഗം പഠിപ്പിക്കുന്ന ഭാഗത്ത് രാമരാജ്യ സങ്കല്പത്തെ പറ്റി പറയുന്നു. എന്താണ് ധനവിനിയോഗവും രാമരാജ്യ സങ്കല്പവും തമ്മിലുള്ള ബന്ധം? രാമരാജ്യ സങ്കല്പത്തിന് ഒരു സാമ്പത്തിക ശാസ്ത്രമുണ്ട് യഥാർത്ഥത്തിൽ. എന്താണ് ആ സാമ്പത്തിക ശാസ്ത്രം? അത് ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും മാത്രം സുഖമായി കഴിയാൻ പറ്റുന്ന വ്യവസ്ഥിതിയുടെ പേരാണ് രാമരാജ്യം. ആ രാമരാജ്യം കൊമേഴ്സിൽ പഠിപ്പിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്താ? ഇനിയും വരാൻ പോകുന്ന ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് ദളിതരെയും ആദിവാസികളെയും പുറന്തള്ളാൻ പോകുന്ന ഒരു ഭീകരമായ പ്രത്യയശാസ്ത്ര ഹിംസ അതിഭീകരമായി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് കൊമേഴ്സിൽ രാമരാജ്യം പഠിപ്പിക്കുന്നത്. ഇതിന്റെ ഉൽപ്പത്തി കേന്ദ്രം ഗാന്ധിയാണ്. ഗാന്ധിയാണ് ഇതിന്റെ ഉൽപ്പത്തി കേന്ദ്രം. ഈ രാമരാജ്യം, നമ്മൾ രാമരാജ്യത്തെ പറ്റി അല്ല പറയേണ്ടത്, മതേതര രാഷ്ട്രത്തെ പറ്റിയാണ് പറയേണ്ടത്. അപ്പോൾ ചില പുരോഗമനവാദികൾ പറയും ഗാന്ധിയുടെ രാമരാജ്യം എല്ലാ മനുഷ്യരെ ഉൾക്കൊള്ളുന്നതാണ് എന്ന് പറയും. എല്ലാ മനുഷ്യരെ ഉൾക്കൊള്ളുന്നെങ്കിലും പേര് രാമനെന്നാണോ? പേര് രാമനെന്നാണോ? സഹോദരനയ്യപ്പൻ ചോദിച്ചു, നിങ്ങൾ പറയുന്നത് ആ ദശരഥപുത്രനായ രാമന്റെ കാര്യം തന്നെ അല്ലേ? ഇല്ല, വേറെ ആരുടെയും കാര്യമൊന്നും അല്ലല്ലോ. ഇതാ സഹോദരൻ പറഞ്ഞത്. നിങ്ങൾ ഏതൊക്കെ തരത്തിൽ വാർണിഷിട്ട് അടിച്ചാലും ചാതുർവർണ്ണയത്തിന്റെ സംരക്ഷകനായ രാമൻ തന്നെയാണത് എന്നാണ് സഹോദരനയ്യപ്പൻ സൂചിപ്പിച്ചത്. രാമരാജ്യത്തെ പറ്റി വളരെ കൃത്യമായി വാൽമീകി രാമായണത്തിൽ അയോധ്യാകാന്ഡത്തിലും യുദ്ധകാന്ഡത്തിലും പറയുന്നുണ്ട്. രാമൻ പട്ടാഭിഷേകം കഴിഞ്ഞ് രാജ്യം ഭരിക്കുന്ന ഘട്ടത്തെ പറ്റി വിവരിക്കവേ വാൽമീകി പറയുന്ന എന്താണ്? രാമൻ ചാതുർവർണ്ണ്യം അനുസരിച്ച് അയോധ്യ ഭരിച്ചു എന്നാണ്. രാമൻ ചാതുർവർണ്ണ്യം അനുസരിച്ച് അയോധ്യ ഭരിച്ചു എന്നാണ്. എന്താണ് ചാതുർവർണ്ണ്യം? ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും സുഖവും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്ന, ശൂദ്രർക്കും അതിശൂദ്രർക്കും ദളിതർക്കും ആദിവാസികൾക്കും നികൃഷ്ടമായ സ്ഥാനമാന പദവികൾ നൽകുന്ന ഹിംസാത്മകമായ വ്യവസ്ഥിതിയുടെ പേരാണ് രാമരാജ്യം. അതുകൊണ്ട് നമുക്ക് വേണ്ടത് എന്തല്ല? രാമരാജ്യമല്ല. നമ്മൾ അതാണ് പ്രഖ്യാപിക്കേണ്ടത്. നമുക്ക് വേണ്ടത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന സാമൂഹ്യനീതി അധിഷ്ഠിതമായ ഒരു ദേശരാഷ്ട്ര ഭാവനയാണ് നമുക്ക് വിടർത്തിയെടുക്കേണ്ടത്. അതാണ് നമ്മുടെ വിമോചന സ്ഥാനം. ആ വിമോചന സ്ഥാനമാണ് ഡോക്ടർ ബി ആർ അംബേദ്കറും പൊയ്കയിൽ അപ്പച്ചനും മഹാത്മാ അയ്യങ്കാളിയും ചേർന്ന് ഭാവനപ്പെടുത്തിയത് എന്നുള്ളതാണ്. വർത്തമാന കാലത്തിൽ നമ്മൾ നേരിടുന്ന പലതരം പ്രതിസന്ധികളിൽ നമുക്ക് വെളിച്ചമായിരിക്കേണ്ടത് എന്താണ്? രാമായണമോ രാമനോ മഹാഭാരതമോ അല്ല. നമുക്ക് വെളിച്ചമായിരിക്കേണ്ടത് പൊയ്കയിൽ അപ്പച്ചനും ഈ രാമായണത്തെയും മഹാഭാരതത്തെയും രാമപാഠങ്ങളെ നിരസിച്ച പൊയ്കയിൽ അപ്പച്ചനും ഡോക്ടർ ബി ആർ അംബേദ്കറും മഹാത്മാ അയ്യങ്കാളിയും നാരായണ ഗുരുസ്വാമികളും ആയിരിക്കണം നമുക്ക് വെളിച്ചമായിരിക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സ്നേഹാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.